പ്രൈസ് ദി ലോർഡ്. Praise the Lord. കർത്താവിൻ്റെ ശ്രേഷ്ഠ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ, ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാനൊക്കെ ഒരവസരം കൂടെയും നൽകിയതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദൈവം കൃപ നൽകിയല്ലോ. എല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം. ഞാൻ ഇന്ന് വളരെ ഗൗരവമേറിയ ഒരു വിഷയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. വളരെ പ്രാർത്ഥനയോടെയും വളരെ ശ്രദ്ധയോടും കൂടെ തിരുവെഴുത്തിന് മുമ്പാകെ ആയിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഒരു പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അല്പമെങ്കിലുമൊക്കെ അറിവുള്ളതായിരിക്കും. ഒരു പക്ഷേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അറിവ് പൂർണ്ണമായിട്ടും തിരുവെഴുത്തുകളും പ്രകാരം ശരിയാണോ എന്നൊരു ആത്മപരിശോധനയ്ക്കും വിധേയമാക്കാവുന്ന ഒരു സന്ദേശമാണിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ പറയുന്ന വിഷയങ്ങളിൽ എന്ത് വിശദീകരണം ചോദിച്ചാലും തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് വിശദമാക്കി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് എഫീസ്യ ലേഖനം എഫീഷ്യൻസ് ചാപ്റ്റർ 5 എഫീസ്യ ലേഖനം 5-ാമത്തെ അധ്യായം വാക്യങ്ങളൊക്കെ ഞാൻ തന്നെ വായിക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. 5-ാമത്തെ അധ്യായം അതിൻ്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനത്തിനായിട്ട് നമ്മൾ വായിക്കുന്നത്. എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 15-21. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് അത്രയും നടക്കുവാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്ന വിഷയം ആത്മനിറവ് എന്നുള്ളതാണ്. ആത്മനിറവ്, പരിശുദ്ധാത്മനിറവ് എന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രാധാന്യതയുള്ള ചില കാര്യങ്ങൾ, എനിക്കെല്ലാം വാക്യങ്ങൾ എടുത്ത് പറയാനായിട്ടുള്ള സമയപരിമിതി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എന്നാൽ വളരെ പ്രധാനപ്പെട്ടതും അതിൻ്റെ ഉപദേശ വിഷയം എന്താണെന്നും ആ ആത്മനിറവ് എന്ന ആ ഡോക്ട്രിനൽ സബ്ജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ എന്താണെന്നും തിരുവെഴുത്തിനെ മാത്രം അതിൻ്റെ തിരുവെഴുത്തിലെ കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ നിങ്ങളെ ദൈവവചനത്തിലൂടെ ഒന്ന് കൊണ്ടുപോകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എൻ്റെ ആഗ്രഹം വളരെ ശ്രദ്ധയോടെ ഞാൻ എൻ്റെ ചർച്ചിൽ പറയാറുണ്ട്, അൺഡിവൈഡഡ് അറ്റൻഷനായിട്ടിരിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്ന കാര്യം. അവിടെ ഈ സൂമിലാകുമ്പം ഇവിടെ ഓണാക്കിയിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം, അങ്ങനെയുള്ളവരങ്ങ് ഓഫ് ചെയ്തങ്ങ് പോകണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉള്ള ആഗ്രഹം. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതെന്താണെന്നൊന്നും മനസ്സിലാക്കണം. തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മ നിറവ് എന്താണെന്നൊന്നും മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത് ദൈവപ്രസാദകരമായൊരു ജീവിതം നയിപ്പാനായിട്ട് നമ്മളെ സാധിക്കും. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഓരോന്ന് വളരെ ലളിതമായിട്ട് 1 by 1 ഈ വാക്യങ്ങളിൽ നിന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് മാത്രം ഞാൻ അതിൻ്റെ വസ്തുതകൾ നിങ്ങളോട് പറയാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്.
ആത്മനിറവിന് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഈ വാക്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് വരാം. നമ്മൾ 66 പുസ്തകങ്ങൾ പരിശോധിച്ചാൽ, ശ്രദ്ധിച്ച് കേൾക്കണം, 66 പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം, തിരുവെഴുത്തിൻ്റെ പഠനത്തിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തുടങ്ങാം. തിരുവെഴുത്തിൽ ഏത് വിഷയത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ടോ, ആ വിഷയത്തെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏറ്റവും അതിൻ്റെ ബേസിക് എന്നുള്ളത്, ആ വിഷയത്തെ സംബന്ധിച്ച് തിരുവെഴുത്ത് പറയുന്ന വാക്യങ്ങൾ മുഴുവൻ പരമാവധി കളക്ട് ചെയ്യുക. എന്നിട്ട് ആ വാക്യങ്ങളെല്ലാം ഒരുമിച്ച് വായിച്ചു നോക്കുക. അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ആ വാക്യങ്ങളുടെ അകത്ത് നിന്ന് തന്നെ എന്താണ് ആ വിഷയമെന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായേക്കുന്ന ഒരു 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 അപജയം, അങ്ങനെ ഒരു പദം പറയുന്നതിനകത്ത് എനിക്ക് ദുഃഖമുണ്ടെങ്കിൽ വേറെ പദം എനിക്കില്ലാത്തതുകൊണ്ടാണ്, നമ്മുടെ പല അറിവുകളും, പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ട്രിനൽ സബ്ജക്റ്റിനെ പറ്റിയുള്ള പല അറിവുകളും നമുക്ക് കിട്ടിയേക്കുന്നത് തിരുവെഴുത്ത് വായിച്ച് നമ്മൾ ആരും ഗ്രഹിച്ചതല്ല, മറ്റ് പലരും പുൾപ്പിറ്റിൽ നിന്ന് പറഞ്ഞു കേട്ട അറിവ് മാത്രമാണ് നമ്മളിൽ പലർക്കും ഉള്ളത്. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു അറിവ് നമുക്ക് ലഭിച്ചപ്പോൾ അത് അങ്ങനെ തന്നെയാണോ എന്ന് ഗ്രഹിക്കാനായിട്ട് നമ്മൾ തിരുവെഴുത്ത് പരിശോധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടെ ഞാൻ അവിടെ വെക്കുകയാണ്. എത്ര പേര് ഒരു കാര്യത്തെ പറ്റി ഒരാൾ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ, ബെരോവയിലെ ദൈവമക്കളെ പോലെ അത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുന്ന ആളുകൾ എത്ര പേര് നമ്മുടെ ഇടയിലുണ്ട്? വളരെ കുറവാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ പ്രാർത്ഥനാ ലൈനിൽ ഇങ്ങനെ ലൈവിൽ കേൾക്കുന്ന ഈ സഹോദരങ്ങളിൽ എത്ര പേർ ദൈവവചനത്തിലെ വിഷയങ്ങളെ അതീവ ഗൗരവമായിട്ട് കാണുകയും അത് അങ്ങനെ തന്നെയാണോ എന്നൊരാൾ പറയുമ്പോൾ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നോക്കൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിഷയത്തെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാം. ഒരു പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചിരിക്കുന്നതിൽ നിന്ന് നിശ്ചയമായിട്ടും ഈ ദൈവവചന സത്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് എന്ന്, എൻ്റെ അറിവിൽ വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ നിങ്ങൾ തിരുവെഴുത്തിലേക്ക് മടങ്ങി വരണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. വേറെ ആരും പറയുന്നത് കേൾക്കേണ്ട. തിരുവെഴുത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവശ്വാസീയമായ തിരുവെഴുത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഒരു ആമുഖമായിട്ട് നമുക്ക് ഈ ആത്മനിറവ്, ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മനിറവിനെ പറ്റി നമ്മൾ തിരുവെഴുത്തിലൂടെ നോക്കുമ്പോൾ ആ പദങ്ങൾ വന്നിരിക്കുന്ന 16 വാക്യങ്ങളാണുള്ളത്. 16 വാക്യങ്ങൾ, അത് 2 പഴയ നിയമത്തിലാണ്. ആത്മാവ് അവരുടെ മേൽ വന്നു, ആ നിലയിലുള്ള വാക്യങ്ങൾ അനവധി ഉണ്ടെങ്കിലും ആത്മനിറവ്, ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, അങ്ങനെ ആ പർട്ടിക്കുലർ പ്രയോഗമുള്ള 2 വാക്യങ്ങളാണ് ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്തുള്ളത്. അത് പുറപ്പാട് പുസ്തകം എക്സോഡസ് 31:3 ആൻഡ് 35:31 രണ്ടിടത്തും ബെസലേലിനെ കൊണ്ട്, ബെസലേൽ വാസ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ടു കൺസ്ട്രക്ട് ടാബർനാക്കിൾ, അതാണ് ആ ഭാഗത്ത് പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്നത്. 2 മാത്രമാണ് ആത്മനിറവിനെ പറ്റി ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്ത് പ്രത്യേകാൽ പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പോൾ 14 പ്രാവശ്യം ആത്മനിറവിനെ പറ്റി പുതിയ നിയമത്തിൽ റെഫറൻസ് ഉണ്ട്. 14 പ്രാവശ്യം. അങ്ങനെയെങ്കിൽ ആത്മനിറവ് എന്ന ആ ട്രൂത്ത് ഒരുവന് മനസ്സിലാക്കാൻ ഏറ്റവും മിനിമം ഈ 16 വാക്യങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ അവിടെ കിടപ്പുണ്ട് എന്താണ് ആത്മനിറവ് എന്ന കാര്യം. അങ്ങനെ ഞാൻ നിങ്ങളെ അങ്ങനെ ഒരു റീസണിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. 16 2 പഴയ നിയമത്തിൽ, 13 ഞാൻ പറഞ്ഞ 14 ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത്, അതിൽ 4 സുവിശേഷത്തിനകത്താണ്. 4 എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, യോഹന്നാൻ നിറഞ്ഞു, അങ്ങനെ 4 നിങ്ങൾ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് ലൂക്കോസിന് സുവിശേഷം അവസാന ആദ്യത്തെ 1-ാമത്തെ അധ്യായമൊക്കെ നിങ്ങൾ വായിച്ചാൽ 4 പ്രാവശ്യം ആത്മനിറവിനെ പറ്റി സുവിശേഷങ്ങളിൽ റെഫറൻസ് കാണാം. അങ്ങനെയെങ്കിൽ 4 2 6 ഇനിയും 10 പ്രാവശ്യം, 9 പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തിക്കകത്താണ് ഇത് കിടക്കുന്നത്.
9 പ്രാവശ്യം, എനിക്കത് എല്ലാം കൂടി എടുത്തു തരാനായിട്ട് സമയമില്ല. 9 പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ഈ വാക്യങ്ങൾ കിടപ്പുണ്ട്. അവർ ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷയെ സംസാരിച്ചു, ആത്മാവ് നിറഞ്ഞവരായി അവര് ദൈവവചനം ഘോഷിച്ചു, ആത്മാവ് നിറഞ്ഞവരായി അപ്പോസ്തലന്മാർ ദുഷ്ടലാക്കോടെ വന്നവരെ ഉറ്റുനോക്കി, ആത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി. ഇങ്ങനെ നമ്മൾ ബുക്ക് ഓഫ് ആക്ട്സ് വായിച്ചാൽ 9 പ്രാവശ്യം ആത്മനിറവിനെ പറ്റി വെരി പർട്ടിക്കുലർ ആയിട്ട് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയും ലേഖനങ്ങൾ എപ്പിസോഡ്സിലേക്ക് വരുമ്പോൾ 1 പ്രാവശ്യം മാത്രമാണ് ആത്മനിറവിനെ പറ്റി പറഞ്ഞേക്കുന്നത്. അത് വളരെ വിശദമായി വിത്ത് കോണ്ടെക്സ്റ്റ് വളരെ മനോഹരമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ വായിച്ച എഫീസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളുടെ ഇടയിൽ 18-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നോ? ആത്മാവ് നിറഞ്ഞവരായി എന്ന് നമ്മളവിടെ പ്രത്യേകം വായിക്കുന്നുണ്ട്. എന്താ അങ്ങനെയെങ്കിൽ ആത്മനിറവ്? ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആത്മനിറവ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ വാക്യങ്ങൾ എടുത്താൽ മതി. ഈ വാക്യങ്ങൾ എടുത്ത് നമ്മുടെ കർത്താവ് ആത്മാവ് നിറഞ്ഞവനായി ഗലീല വിട്ടു മടങ്ങി, അങ്ങനെയുള്ള ആ വാക്യങ്ങളെ മാത്രം എടുത്ത് ഇവിടെ ഇരിക്കുന്ന ഈ ലൈനിലുള്ള സഹോദരങ്ങൾ ഒരുമിച്ച് വായിച്ചാൽ നമുക്കെല്ലാവർക്കും ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റും. ഇതാണ് തിരുവെടുത്ത് പറയുന്ന ആത്മനിറവ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്ത് കാര്യവും ഡിഫൈൻ ചെയ്യേണ്ടത് തിരുവെഴുത്തിൻ്റെ ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമായിരിക്കണം. എൻ്റെ ഡോക്ട്രിൻസ് മാറ്റേഴ്സ് മോർ ദാൻ അവർ പാഷൻസ്. അതെപ്പോഴും ഓർത്തോണം. ഉപദേശമാണ് പ്രാധാന്യത. എൻ്റെ പാഷൻ കൊണ്ട് പല നിർവചനം എനിക്ക് പറയാനായിട്ട് പറ്റും, പക്ഷേ അതിന് പ്രാധാന്യത ഇല്ല. അത് ഇൻസ്പയർഡ് അല്ല, അതെൻ്റെ കേവല അനുഭവം മാത്രമാണ്, അതൊരു മൊമെൻ്ററി എക്സ്പീരിയൻസ് മാത്രമാണ്. അതിനല്ല പ്രാധാന്യത. തിരുവെഴുത്ത് എന്ത് പറയുന്നോ അതിനായിരിക്കണം നമ്മുടെ പ്രാധാന്യത. ഞാൻ മുന്നോട്ട് വരാം എന്ന് വിചാരിക്കുന്നു. ഒരു ഡെഫിനിഷൻ പറയാം. ഒരു പക്ഷേ ഞാൻ ഈ മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ അതുപോലെ അതൊന്നിരിക്കാൻ വേണ്ടിയാണ്. എന്താ ആത്മനിറവിന് ഒരു ഡെഫിനിഷൻ ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ഒരു ചെറിയ നിർവചനം. ആത്മനിറവ് ഇങ്ങനെ പറഞ്ഞാൽ ആത്മാവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തോണം. ആത്മാവ്, പരിശുദ്ധാത്മാവ് കേവലം ശക്തിയല്ല. ശ്രദ്ധിച്ചു കേട്ടോണം, കേവല ശക്തിയല്ല. പരിശുദ്ധാത്മാവ് ഗോഡ് ദ ഫാദറിനെ പോലെ, ഗോഡ് ജീസസിനെ പോലെ ത്രിയേക ദൈവത്തിലെ ഒരു പേഴ്സണാണ്. ഹി ഈസ് മൈറ്റി ഗോഡ്. ഹോളി സ്പിരിറ്റ് ഈസ് ഈക്വൽ വിത്ത് ഫാദർ ആൻഡ് ഈക്വൽ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ത്രിയേക ദൈവം അല്ലെങ്കിൽ ട്രിനിറ്റിയുടെ ഡെഫിനിഷനിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 3 persons are co-equal, co-eternal and co-inherent എന്ന് ഞാൻ പൊതുവെ പഠിപ്പിക്കാൻ നേരത്തെ പറയാറുണ്ട്. അങ്ങനെങ്കിൽ അന്യോന്യം വ്യാപിച്ചിരിക്കുന്ന ത്രിയേക ദൈവത്തിലെ ഒരു പേഴ്സന്റെ പേരാണ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ഒരു പവറാണെന്നല്ല തിരുവെടുത്ത് പറയുന്നത്. ഓഫ് കോഴ്സ് ഹീ ഈസ് മൈറ്റി പവർ. അവൻ അവിടുന്ന് സർവശക്തനാണ്. പക്ഷേ ആ സർവശക്തൻ എന്നുള്ളത് മഹാദൈവമാണ്. നമ്മുടെ മനസ്സിലതുകൊണ്ടായിരിക്കണം നമ്മൾ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് മറ്റ് എന്തെങ്കിലും എനർജൈസ് ചെയ്ത കാര്യത്തിന് വേണ്ടിയാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷേ ഹീ ഈസ് മൈറ്റി ഗോഡ്. അത്രയും ഒരാമുഖം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ ദൈവം പേഴ്സണായ ഗോഡ് ദ ഫാദറിനെ പോലെ, ഗോഡ് ദ സണ്ണിനെ പോലെ പേഴ്സണായ കോ ഈക്വൽ, കോ ഇറ്റേണലായ ഈ ഹോളി സ്പിരിറ്റ് എങ്ങനെയാണ് ഒരുവനിൽ നിറയുന്നത്? ഓർക്കണം, എങ്ങനെയാ നിറയുന്നത്? വെള്ളമാണെങ്കിൽ നമുക്ക് ഒഴിച്ച് നിറയ്ക്കാം, അല്ലേ? കാറ്റാണെങ്കിൽ നമുക്ക് ഊതി നിറയ്ക്കാം. പേഴ്സൺ എങ്ങനെയാ നിറയുന്നത്? ഒന്നാലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വ്യക്തി എങ്ങനെയാണ് നിറയുന്നത്? വ്യക്തി നിറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് വായിച്ചുമൊക്കെ പരിചയമുള്ളൊരു കാര്യമുണ്ട്. പായ്ക്കപ്പലിനെ കാറ്റ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് പോലെ, മനസ്സിലാകുന്നോ? ഒരു പായ്ക്കപ്പലിനെ കാറ്റ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് പോലെ ആത്മാവിനാൽ നിറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നാണ്. കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഈ ഇൻഫില്ലിംഗ് ഈസ് നോട്ട് എ മൊമെൻ്ററി എക്സ്പീരിയൻസ്.
but rather living an entire life that is literally carried along, moving along by the Holy Spirit, like wind filling sails to move the ship along. ക്ലിയർ ആയെന്ന് വിചാരിച്ചോട്ടെ. ഒരു 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 കപ്പലിനെ കാറ്റ് നിയന്ത്രിക്കുന്ന പോലെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതിനാണ് ആത്മനിറവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു എക്സാമ്പിൾ എന്ന് പറയാം. നമ്മുടെ കർത്താവിനെ പറ്റി വായിക്കുന്ന കാര്യമുണ്ട്. അവൻ ആത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോയി. ആത്മാവ് നിറഞ്ഞവനായി. ഇനി നമ്മൾ ലൂക്കോസ് 4 നിങ്ങൾ പിന്നാലെ വായിച്ചാൽ മതി. അതിൻ്റെ 2ാം ഭാവം എങ്ങനെ വായിക്കുന്ന അറിയാമോ? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. കണ്ടോ, ഇത് രണ്ടോടും ഒരുമിച്ച് ചേർത്ത് വായിച്ചാൽ എങ്ങനെ ഇരിക്കും? ആത്മാവ് നിറഞ്ഞവനായി, അതിനകത്തൊരു ചെറിയ വ്യത്യാസം ഞാൻ പറഞ്ഞതിനകത്തുണ്ട്. ആത്മാവ് നിറഞ്ഞവനായി അവൻ ഗലീലയ്ക്ക് മടങ്ങിപ്പോയി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ഇത് ഒരുമിച്ച് ചേർത്ത് വായിച്ചാൽ ആത്മനിറവിൻ്റെ ഡെഫിനിഷൻ അവിടെ ഉണ്ട്. എന്താണെന്നറിയാമോ? ആത്മനിറവെന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നടത്തപ്പെടുക എന്നുള്ളതാണ്. എങ്ങനെ നടത്തപ്പെടുക? 24/7 ആത്മനിയന്ത്രണത്തിൽ ജീവിക്കുന്നതിൻ്റെ പേരാണ് ആത്മനിറവ്. നമുക്ക് ഒത്തിരി ഡെഫിനിഷൻസ് ഉണ്ട്, പക്ഷെ അതൊന്നുമല്ല തിരുവെഴുത്ത് പറയുന്നത്. ലൂക്കോസ് 4:1 ആത്മനിയന്ത്രണത്തെ പറ്റി യേശുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എക്സാമ്പിൾ എടുത്താൽ മതി. അവിടെ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ആത്മാവിനാൽ അവൻ നിറഞ്ഞു, ആത്മാവ് അവനെ നടത്തി. ഇത് ഒരുമിച്ച് ചേർത്ത് വായിച്ചാൽ ആത്മനിറവിൻ്റെ നിർവചനം എന്നുള്ളത്, അതിൻ്റെ ആ ട്രൂത്ത് എന്നുള്ളത് ആത്മാവിനാൽ നടത്തപ്പെടുക, ആത്മാവിനാൽ നടത്തപ്പെടുക. അത്രയും ക്ലിയറായെന്ന് വിചാരിച്ചോട്ടെ. എൻ്റെ ആമുഖമായതേ ഉള്ളൂ, വാക്യത്തിലേക്കൊന്നും വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. വളരെ വിശാലമായിട്ട് പറയേണ്ടതാണ്, പക്ഷേ എനിക്ക് വേഗത്തിൽ പറഞ്ഞു പോകാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ കാണുമ്പോൾ ഉള്ളിൽ ദൈവാത്മാവിൻ്റെ നിയന്ത്രണമുള്ള ഏതൊരുവനും വേദനയാണ്. ആ വേദനയാണ് ഇന്ന് ഈ രാവിലെ അതിരാവിലെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, പസഫിക് ടൈമിൽ ഈ സമയത്ത് എഴുന്നേൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ട്രബിൾ എന്നുള്ളത്. എങ്കിലും ഈ ട്രൂത്ത് പറയണം എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് രാവിലെയും പ്രത്യേകകാലം വന്നിരിക്കുന്നത്. ആത്മാവിനാൽ നടത്തപ്പെടുക, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. കാര്യം അവിടുന്ന് ഒരു അവിടുന്ന് മൈറ്റി ഗോഡാണ്. ഹീ ഈസ് എ പേഴ്സൺ. ഈ 1-2 ഉദാഹരണം പറഞ്ഞാലേ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റി. വേദപുസ്തകം പല നിറവിനെ പറ്റി പറയുന്നുണ്ട്. പല നിറവ്. അവർ അസൂയ നിറഞ്ഞവരായി എന്ന് വായിക്കുന്നുണ്ട്. കർത്താവിനെ പിടിക്കുന്ന കാര്യത്തിലാണ് അവർ അസൂയ നിറഞ്ഞവരായി. അസൂയ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അസൂയ എങ്ങനെയാണ് നിറയ്ക്കാൻ പറ്റിയ സാധനം വല്ലതും നിറയ്ക്കാൻ പറ്റും. ഒരുവൻ്റെ അകത്ത് അസൂയ നിറഞ്ഞാൽ പിന്നെ അവനെ നിയന്ത്രിക്കുന്ന എന്താ? അസൂയ ആയിരിക്കും അവനെ നിയന്ത്രിക്കുന്നത്. ശരിയാണെന്നോ ഞാൻ പറയുന്ന കാര്യം? മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ലൂക്കോസ് 4 തന്നെ വായിക്കുന്നത്, അവർ കോപം നിറഞ്ഞവരായി കർത്താവിന് നേരെ വന്നു. കോപം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തല്ലി ഉടച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് കോപമാണ് എന്നെ നിയന്ത്രിച്ചതെന്നുള്ള കാര്യം. മറ്റൊരിടത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അവർ ഭ്രാന്ത് നിറഞ്ഞവരായി. ജീസസിനോടുള്ള ബന്ധത്തിലാണ്, അന്നത്തെ പരീശന്മാരുടെ കാര്യമാണ് വായിക്കുന്നത്. അവർ ഭ്രാന്ത് നിറഞ്ഞവരായി. നമ്മൾ സ്തെഫാനോസിനെ പറ്റി വായിക്കുന്നില്ലേ? അവൻ ജ്ഞാനം നിറഞ്ഞവനായിരുന്നു, അവൻ വിശ്വാസം നിറഞ്ഞവനായിരുന്നു. ഇനി അനന്യാസിനോട് സഫീറയോടും പത്രോസ് പറയുമ്പം അവിടെ മലയാളത്തിൽ സാത്താനിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എന്തെന്നാണ് ചോദ്യമെങ്കിലും ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? സാത്താൻ എന്തുകൊണ്ടാണ് നിന്റെ ഹൃദയത്തെ നിയന്ത്രിച്ചത്? നിങ്ങളുടെ ആ വാക്യം അത് വളരെ മനോഹരമായിട്ട് നിറവിനെ പറ്റി നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നൊരു വാക്യമാണ്. 5-ാം അധ്യായത്തിനകത്ത് അതിന്റെ 3-ാം വാക്യം, ബട്ട് പീറ്റർ സെഡ് അനനിയാസ് വൈ ഹാസ് സൈറ്റാൻ ഫിൽഡ് യുവർ ഹാർട്ട് എന്നാ വായിക്കുന്നത്. പിശാച് എന്തുകൊണ്ടാണ് അതിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ്? ആ നിറഞ്ഞതിൻ്റെ കാര്യമാണ് അവൻ്റെ പ്രവൃത്തിയിൽ പിശാച് അവനെ നിയന്ത്രിക്കുന്നതായിട്ട് പീറ്ററിന് ബോധ്യമായി. ആത്മാവ് ഈ ഭ്രാന്ത് നിറഞ്ഞു, കോപം നിറഞ്ഞു, പിശാച് നിറഞ്ഞു, ജ്ഞാനം നിറഞ്ഞു. അങ്ങനെ ഈ നിറവെന്ന് പറഞ്ഞാൽ പല നിറവെല്ലാം എടുത്താലും നിറയുന്ന വസ്തു എന്താണോ, നിറയുന്ന വ്യക്തി
വ്യക്തി ആരാണോ അവരാണ് അതിനെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇത്രയും പറഞ്ഞത്. അവർ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്യമുണ്ട്, നിങ്ങളുടെ ഹൃദയം ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഹൃദയം ദുഃഖം, ജോൺ 16 വായിക്കുന്നത്. ഹൃദയം ദുഃഖത്താൽ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് അറിയാമോ? പിന്നെ വേറെ ഒന്നിനും അവിടെ സ്ഥാനമില്ല, ആശ്വാസത്തിന് സ്ഥാനമില്ല, പിന്നെ അവരെ നിയന്ത്രിക്കുന്നതെല്ലാം ദുഃഖമാണ് എന്ന അത്ര എക്സാമ്പിൾ മനസ്സിൽ വെച്ചോണ്ട് ദുഃഖം നിയന്ത്രിച്ചാൽ, ദുഃഖം നിറഞ്ഞാൽ ദുഃഖം നിയന്ത്രിക്കും, ഭ്രാന്ത് നിറഞ്ഞാൽ ഭ്രാന്ത് നിയന്ത്രിക്കും, കോപം നിറഞ്ഞാൽ കോപം നിയന്ത്രിക്കും, അസൂയ നിറഞ്ഞാൽ അസൂയ നിയന്ത്രിക്കും. അങ്ങനെയാണെങ്കിൽ ആത്മാവ് നിറഞ്ഞാൽ ഒരുവന്റെ മേൽ ആത്മ നിയന്ത്രണം ഉണ്ടാകും. അതിൻ്റെ പേരാണ് ആത്മനിറവ്, വേറെ ഒന്നുമല്ല. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അതിൻ്റെ പേരാണ് ആത്മനിറവ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു D.L. മൂഡി എന്ന് പറയുന്ന ആ വലിയ പ്രസംഗകനെ പറ്റി നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അദ്ദേഹത്തെ ഇംഗ്ലണ്ടിൽ ഒരു യോഗത്തിന് പ്രസംഗിക്കാനായിട്ട് വിളിച്ചു. അന്നേരം ആ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടുത്തെ ഒരു ബോർഡ് മീറ്റിംഗ് നടത്തി. ബോർഡ് മീറ്റിംഗ് എന്നുള്ളത് എല്ലാവർക്കും പരിചയമാണല്ലോ. ചർച്ചുകളുടെ ബോർഡ് മീറ്റിംഗ് നടത്തിയപ്പോൾ അതിനകത്ത് ഒരാൾ മൂഡിയുടെ പേര് പറഞ്ഞു. അവിടെ ഇരുന്ന പല ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്തു. വേണം, മൂടി ഒരു നല്ല പ്രീച്ചറാണ്, നമുക്ക് കൊണ്ടുവരണം. ഇങ്ങനെ പറഞ്ഞപ്പം ഒരുവൻ യാതൊരു ആത്മീയ കാഴ്ചപ്പാടും ഇല്ലാത്ത ഒരുത്തൻ അന്ന് ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. ഇന്ന് ഇഷ്ടം പോലെ ഇംഗ്ലണ്ടിലുണ്ട്, നമ്മുടെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഈ ദൈവാത്മാവിൻ്റെ നിയന്ത്രണമില്ലാത്ത നേതാക്കന്മാരാണ് നമ്മുടെ കൂട്ടായ്മയുടെ ശാപം. മനസ്സിലാവുന്നോ? നമ്മുടെ കൂട്ടായ്മയുടെ ശാപം എന്നുള്ളത് ആത്മനിയന്ത്രണം ഇല്ലാത്തവൻ അഭിപ്രായം പറയുന്നതാണ്. ഇതുപോലെ D.L. മൂഡിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരുത്തൻ മാത്രം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഡസ് ഹീ തിങ്ക് ഹീ ഹാസ് എ മോണോപോളി ഓൺ ദ ഹോളി സ്പിരിറ്റ്? അതെന്താ, മൂടി ഇത്ര വലിയ ആളാണോ? മൂടി എന്നെ ചിന്തിക്കുന്നുണ്ടോ? മൂടിക്ക് പരിശുദ്ധാത്മാവിൻ്റെ മേൽ മുഴുവൻ നിയന്ത്രണം വല്ലതും ഉണ്ടോ? കുത്തകയുണ്ടോ? മുഴുവൻ നിയന്ത്രണം വല്ലതും ഉണ്ടോ? അന്നേരം അവിടെ ആത്മനിറവുണ്ടായിരുന്ന മറ്റൊരു സഹോദരൻ എഴുന്നേറ്റെന്ന് പറഞ്ഞ ഉത്തരം എന്നാണെന്നറിയാമോ? നോ 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 ബട്ട് ദ ഹോളി സ്പിരിറ്റ് ഹാസ് എ മോണോപോളി ഓൺ മിസ്റ്റർ മൂഡി. മൂഡിക്ക് പരിശുദ്ധാത്മാവിൻ്റെ മേൽ കുത്തവകാശമില്ല, എന്നാൽ പരിശുദ്ധാത്മാവിന് മൂഡിയുടെ മേൽ ഒരു മുഴുവൻ നിയന്ത്രണമുണ്ട്. ഇതിൻ്റെ പേരാണ് ആത്മനിറവ് എന്നുള്ളത്. എല്ലാവർക്കും മനസ്സിലായോ എന്താണ് ആത്മനിറവ് എന്നുള്ളത്? ഇനി ആത്മനിറവിൻ്റെ ആ വിശദീകരണത്തിലേക്ക് പോയാൽ കാര്യങ്ങൾ അല്പം കൂടെയും കൃത്യമായിട്ട് മനസ്സിലാക്കും. ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു നിർവചനം ഇങ്ങനെയാണ്: ആത്മനിറവെന്ന് പറഞ്ഞാൽ ബീയിങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് മോർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ബട്ട് ഹോളി സ്പിരിറ്റ് ഈസ് ഗെറ്റിംഗ് മോർ ഓഫ് അസ്. പരിശുദ്ധാത്മനിറവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ എനിക്ക് ഒത്തിരി തരണം. അത് അങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിന് എത്ര അധികം കൊടുക്കും. അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണത്തെ പറ്റിയാണ്, പേഴ്സണെ പറ്റിയല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണത്തെ പറ്റിയാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. എനിക്ക് അതെല്ലാം വിശദമാക്കി തരാനായിട്ടുള്ള സമയം ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ നിറയുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് ലഭിക്കുക. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരുവൻ ജീവിതം മുഴുവൻ ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ സ്റ്റെപ്പിലും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നത് പോലെ ജീവിതം ഈൽഡ് ചെയ്യുന്നതിനാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കേട്ടേക്കുന്ന ആത്മനിറവും തിരുവെടുത്ത് പറയുന്ന ആത്മനിറവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മൾ കേട്ടേക്കുന്ന ആത്മനിറവ് എളുപ്പമാണ്, എന്ന് കൈയടിക്കുക. അല്ലെങ്കിൽ ഈ നമ്മുടെ ആത്മാവെന്ന് പറഞ്ഞാൽ ഒന്നും വിചാരിക്കരുത്. നമ്മുടെ ആത്മാവെന്ന് പറഞ്ഞാൽ സ്പീഡും സൗണ്ടുമാണ്. ശരിയാണെന്ന് ഞാൻ പറഞ്ഞ കാര്യം? സ്പീഡും സൗണ്ടും ഉണ്ടെങ്കിൽ അവിടെയാണ് ആത്മാവ്. നോ, തിരുവെടുത്തിൽ അതിനെ ഞാൻ സ്പീഡിനും സൗണ്ടിനും ഒന്നും എതിരുള്ള ആളൊന്നും അല്ല. തിരുവെടുത്തിൽ അതല്ല ആത്മനിറവിൻ്റെ അടയാളം.
അതുകൊണ്ട് തിരുവെഴുത്ത് എന്ത് പറയുന്നു അത് മാത്രമാണ് നമ്മുടെ പ്രാധാന്യത. ഞാൻ അത്രയും പറഞ്ഞ് നമ്മുടെ ആ വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകണം. എനിക്ക് വളരെയധികം കാര്യം പറയാനുള്ളത് കൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് പറയാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിരിക്കും മിക്കവാറും പറയാനായിട്ട് ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മൾ വായിച്ച എഫെസ്യ ലേഖനം മറന്നു പോകരുത്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. ആ വേദഭാഗത്തിൽ നിന്ന് ഞാൻ പ്രത്യേകാൽ വളരെ പ്രധാനപ്പെട്ട ഒരു 5 കാര്യം പറയാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, അവിടെ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്. 2, ആ വാക്യത്തെ ഞാൻ വേറൊരു വാക്യമായിട്ടൊന്ന് കമ്പാരിസൺ ചെയ്യാൻ പോകണം. ഒന്ന് കോണ്ടെക്സ്റ്റ്, 2 ഞാൻ ആ വാക്യത്തെ ഒന്ന് കമ്പാരിസൺ ചെയ്യാൻ പോകണം. 2 കമ്പാരിസൺ, 3 ഞാൻ ആ വാക്യത്തെ ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്യാൻ പോവാണ്. 3 കോൺട്രാസ്റ്റ്. 4-മത് ആ വാക്യത്തിനകത്തൊരു കമാൻഡ് ഉണ്ട്. 5-മത് ആ വാക്യത്തിനകത്ത് റിസൾട്ട് ഉണ്ട്, കോൺസിക്വൻസസ് ഉണ്ട്. ഇങ്ങനെ പറയാം: കമ്പാരിസൺ, കമ്പാരിസൺ, കോണ്ടെക്സ്റ്റ്, കോൺട്രാസ്റ്റ്, കമാൻഡ് ആൻഡ് കോൺസിക്വൻസസ്. 5 കാര്യം ഞാൻ ആ വാക്യത്തിൽ നിന്ന് പറയാൻ പോവുകയാണ്. പക്ഷേ അത് ആ ഭാഗത്ത് തന്നെ നിൽക്കാതെ വളരെ പ്രധാനപ്പെട്ട വാക്ക്. ഇനിയും നിങ്ങൾ ചിന്തിക്കുക, ഈ ഉപദേശം ഇങ്ങനെയൊക്കെ പറയുകയാണല്ലോ, അങ്ങനെയെങ്കിൽ തിരുവെഴുത്തിൽ ഇങ്ങനെ തന്നെയാണോ എന്നൊരു പരിശോധന നടത്തണം എന്നൊരാവേശം ഉണ്ടാകുന്നെങ്കിൽ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ മുഴുവൻ എടുത്ത് ഒരു 100 ടൈംസ് വായിച്ച് ഇതൊന്ന് എഴുതിയെടുത്ത് ഒന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ആട്ടെ, നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയെങ്കിൽ ആദ്യമായിട്ട് ഈ വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് നോക്കാം. ഈ വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റിനകത്ത് നിങ്ങൾ എല്ലാവരും നോക്കിയേ. 15-ഉം 16-ഉമാണ് ഈ വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. ഇങ്ങനെയാണ് ആ വാക്യം പരിശുദ്ധാത്മാവോട് പറഞ്ഞു തുടങ്ങുന്നത്: ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുവീൻ. കാരണം എന്തുകൊണ്ടാ അജ്ഞാനികളായിട്ടല്ലാതെ ജ്ഞാനികളായിട്ട് നടക്കാൻ നോക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞേക്കുന്നത്? 16-മത്തെ വാക്യം അതിൻ്റെ കാരണം പറഞ്ഞേക്കുകയാണ്. കാരണം ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. അവിടുത്തെ ആ പ്രബോധന വാക്യത്തിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്ന് മാത്രമല്ല, സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ആത്മനിറവിനെ പറ്റി അപ്പോസ്തോലൻ എഫെസോസിലുള്ള സഭയ്ക്ക് അന്ന് എഴുതുകയാണ്. ഇതിൻ്റെ ഈ എഫെസോസ് സഭയുടെ ലെറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ആ മാനുസ്ക്രിപ്റ്റിനകത്ത് എഫെസോസ് എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അന്ന് തന്നെ മനസ്സിലാക്കാം, യൂണിവേഴ്സൽ ചർച്ചിന് വേണ്ടി അപ്പോസ്തോലൻ എഴുതുകയാണ്. യൂണിവേഴ്സൽ ചർച്ചിന് വേണ്ടി, അതായത് ഇന്ന് ഇവിടെ ഇരുന്ന് ഇപ്പം ഈ രാജ്യത്തിൽ തന്നെ പല സ്റ്റേറ്റിലുള്ള ആളുകളുണ്ട്, ലോകത്തിലെ പല രാജ്യങ്ങളിലുള്ള ആളുകൾ ഒരുമിച്ച് ഇരുന്നുള്ളൊരു കൂട്ടായ്മയാണല്ലോ ഇത്. അങ്ങനെയെങ്കിൽ ലോകത്തിലുള്ള രക്ഷിക്കപ്പെടുന്ന സകല ദൈവമക്കൾക്കും വേണ്ടി അന്ന് 2000 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് എഴുതിയപ്പോൾ അതിൻ്റെ പശ്ചാത്തലം എങ്ങനെ വെച്ചേ നിങ്ങൾ കണ്ടോ? ഇത് ദുഷ്കാലമാകയാൽ നിങ്ങൾ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് ജീവിക്കണം. കാരണം ഇത് ദുഷ്കാലമാണ്. അങ്ങനെയെങ്കിൽ ആത്മനിറവ് പറയുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നാണെന്നറിയാമോ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈവിൾ ഡേയ്സ്, കാര്യങ്ങൾ ട്രബിളാണെങ്കിൽ, കാര്യങ്ങൾ ലോകമനുഷ്യൻ്റെ മുന്നിൽ സ്മൂത്തായിട്ട് പോകുന്നില്ലെങ്കിൽ, ആ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താൻ ആദ്യം തിരിയുന്നത് ആൽക്കഹോളിലേക്കാണ്. മനസ്സിലാവുന്നു? അങ്ങനെ ഇവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാമോ? പോൾ പ്ലീഡ്സ് വിത്ത് us, don't turn to alcohol, turn to the Holy Spirit. വ്യത്യാസം മനസ്സിലാവുന്നോ? ലോകം ഈവിൾ ഡേയ്സ് വരുമ്പോൾ അവൻ്റെ ഫ്രസ്ട്രേഷൻ കുറയ്ക്കാൻ വേണ്ടി ഹാപ്പി അവർ കണ്ടെത്താനായിട്ട് പോവുകയാണ്. അവൻ്റെ ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട്, അവൻ്റെ ഡിപ്രഷൻ കുറയ്ക്കാനായി, ഡിസ്കറേജ്മെൻറ്റ് കുറയ്ക്കാനായി, അവൻ്റെ ഫ്രൈറ്റൻഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കുറയ്ക്കാനായിട്ട് അവൻ ആൽക്കഹോളിലേക്ക് ഹാപ്പി അവർ തപ്പിപ്പോകുമ്പോൾ നമ്മോട് തിരുവെടുത്ത് പറഞ്ഞേക്കുകയാണ്, ഡോണ്ട് turn to alcohol, turn to Lord.
എല്ലാവർക്കും അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? Stop. ജീവിതത്തിൽ ജീവിതത്തിൽ കാര്യങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോൾ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ മുന്നിൽ വരുമ്പോൾ, ഒരു കാരണവശാലും മറ്റൊന്നിലേക്കും സന്തോഷം കിട്ടാനായി, ടെൻഷൻ ഫ്രീ ആകാൻ വേണ്ടി ഒരു ഹാപ്പി അവറും കണ്ടെത്തി പോകാനായിട്ട് പാടില്ല. തിരുവെടുത്ത് പറഞ്ഞേക്കാണ്, ടേൺ ടു ദ സ്പിരിറ്റ്. ദാറ്റ് ഇസ് ദ കോണ്ടസ്റ്റ്. ടേൺ ടു ദ സ്പിരിറ്റ്. അതുകൊണ്ട് അതിൻ്റെ ഒരു വിശദീകരണം അത്രയും പറഞ്ഞ്, എനിവേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെഫിനേഷൻ മനസ്സിലായി, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് മനസ്സിലായി, എന്താണ് ആ വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൻ്റെ വിശദീകരണം അത്രയും പറയാനേ, കോണ്ടെക്സ്റ്റൊക്കെ അത്രയും പറയാനേ, അതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് പറയാനേ എനിക്ക് ഇന്ന് തൽക്കാല സമയമുള്ളൂ. ഞാൻ സമയമുണ്ടെങ്കിൽ അതിൻ്റെ വിശദീകരണം, അതിൻ്റെ റൗണ്ട്, അതിൻ്റെ പരിസരം പിന്നാലെ പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും ഒന്നാമത്തത് കോണ്ടെക്സ്റ്റ് ആണ്. ഏത് കാലത്തിൽ എപ്പോഴും കർത്താവിലേക്ക് വരണം, ആത്മാവിലേക്ക് തിരിയണം. പരിശുദ്ധാത്മാവിന് മാത്രമേ നിലനിൽക്കുന്ന സന്തോഷം തരാനായിട്ട് കഴിയത്തുള്ളൂ എന്നതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്. ഇനിയും ഈ വാക്യത്തിൻ്റെ ഒരു കമ്പാരിസൺ ഉണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ്, ഒരു കമ്പാരിസൺ. ആ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, അതിൻ്റെ 19ാമത്തെ വാക്യം, ആത്മാവ് നിറഞ്ഞവരായി, വേഴ്സ് 19, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യണം. ഇനി നിങ്ങൾ ഇത് മറിക്കാതെ കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം, കൊലോസിയൻസ് ചാപ്റ്റർ 3:16 എന്ന് നോക്കിയേ. എഫീഷ്യൻസ് മറിക്കരുത്. കൊലോസിയൻസ് 3:16 ഒരു 3-4 പേജ് ഇങ്ങോട്ട് മറിച്ചാൽ മതി. കൊലോസിയൻസ് 3:16 എങ്ങനെ വായിക്കുന്നത് നിങ്ങൾ കണ്ടോ? 3:16, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്യം കണ്ടോ? ഇനി നിങ്ങൾ അവിടെ ഇരുന്നോണ്ട് നോക്കിയേ. ഞാൻ പറഞ്ഞ ഒന്ന്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എല്ലാവർക്കും മനസ്സിലായി, ഇന്ന കോണ്ടെക്സ്റ്റിലാണ് ഇത് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ കാര്യം, കമ്പാരിസൺ കണ്ടോ? 5:19 3:16 ഒരേപോലെ തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഒരു കാര്യത്തിൽ മാത്രം വ്യത്യാസമുണ്ട്. 5:19 ആത്മാവ് നിറഞ്ഞവരായി ചെയ്യേണ്ട കാര്യമാണ്. 3:16 ദൈവവചനം ഐശ്വര്യമായി നിറഞ്ഞവരായി ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെങ്കിൽ 2 കോസാണ്, പക്ഷെ സെയിം എഫക്റ്റ് ആണ്. മനസ്സിലാവുന്നോ? നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അതോ ഇങ്ങനെ പുസ്തകമൊക്കെ നോക്കി ഗ്രഹിക്കുന്നോ? ആർ യു ഫോളോയിങ് മീ? എനിക്ക് നമ്മൾ ഒത്തിരി ദൂരെ ഇരിക്കുന്നതുകൊണ്ടല്ല, അടുത്തായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. പക്ഷേ നമുക്ക് സാഹചര്യം ഇല്ലല്ലോ. കേട്ടെ, എന്താ അവിടെ പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം? ഒരിടത്ത് ആത്മാവ് നിറഞ്ഞപ്പം സങ്കീർത്തനം ഉണ്ടായിരുന്നു, സ്തുതി ഉണ്ടായിരുന്നു, ദൈവത്തിന് മഹത്വം ഉണ്ടായിരുന്നു, അന്യോന്യം കീഴ്പ്പെടുമായിരുന്നു, ദൈവത്തിന് നന്ദി പറയുമായിരുന്നു, ഹൃദയത്തിൽ കർത്താവിന് പാടുമായിരുന്നു, സഹോദരങ്ങൾ ഒരുമിച്ച് കണ്ടാൽ ആത്മീയ വർധനയ്ക്കുള്ളത് സംസാരിക്കുമായിരുന്നു. അതേ കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. വചനം നിറഞ്ഞാലും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു. കണ്ടോ? ഒരിടത്ത് വചനം നിറഞ്ഞാൽ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ആത്മാവ് നിറഞ്ഞാൽ ഉണ്ടാകുന്നതും ഒരുപോലെ തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇനി ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു ധാരണ എന്നാണെന്നറിയാമോ? എൻ്റെ പൊന്നു സഹോദര, ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് ആത്മാവിന് സ്വാതന്ത്ര്യം ഇല്ലെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്നാന്നുള്ള കാര്യം. കേട്ടിട്ടില്ലേ നമ്മൾ പറയുന്നത്? ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് ആത്മാവിന് സ്വാതന്ത്ര്യമില്ല. ആ ഉപദേശി ഭയങ്കര പ്രസംഗമാണ്, പക്ഷെ അവിടെ ആത്മാവിന് സ്വാതന്ത്ര്യമില്ല. അവിടെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്നെ ഉദ്ദേശിക്കുന്ന അറിയാം, സൗണ്ടും സ്പീഡും ഇല്ലെന്നാ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി സ്ലോ ആവും. അത് സാധാരണ കാര്യം. ഇത് പുസ്തകത്തിലുണ്ടോ നമ്മൾ നോക്കണ്ടേ? പിന്നെ വിശുദ്ധി ജീവിച്ചില്ലെങ്കിൽ അടി കിട്ടുമെന്ന് നമുക്കറിയാമല്ലോ. പാട്ട് പാടുമ്പോഴത്തെ ആത്മീയതയുടെ കാര്യമല്ല പറയുന്നത്.
ജീവിതം മുഴുവൻ സൺഡേ ത്രൂ സാറ്റർഡേ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. അനങ്ങുമ്പോഴും നോക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം കണ്ടോ? വചനത്താ നിറഞ്ഞാലും ആത്മാവിനാ നിറഞ്ഞാലും ഒരുപോലത്തെ റിസൾട്ട് ആണെങ്കിൽ ഞാൻ അതിന് ഇങ്ങനെ പറയാം: ഒരുവൻ വചനത്താൽ നിറയപ്പെടാതെ അവന്റെ മേൽ ആത്മനിറവ് ഉണ്ടാകില്ല. അതാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. കേൾക്കുന്ന വചനം, വായിക്കുന്ന വചനം, ധ്യാനിക്കുന്ന വചനം അവൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മാവിന് അവൻ്റെ മേൽ നിയന്ത്രണമില്ല. ബൈബിൾ ഫിൽഡ് ക്രിസ്ത്യൻ ഈസ് ഓൾവേസ് സ്പിരിറ്റ് ഫിൽഡ് ക്രിസ്ത്യൻ. മനസ്സിലാവുന്നോ? സ്പിരിറ്റ് ഫിൽഡ് ക്രിസ്ത്യൻ ഈസ് ഓൾവേസ് ബൈബിൾ ഫിൽഡ് ക്രിസ്ത്യൻ. ഒരു ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ദ സ്പിരിറ്റ് ഫിൽഡ് ക്രിസ്ത്യൻ ഈസ് എ ബൈബിൾ ഫിൽഡ് ക്രിസ്ത്യൻ. പക്ഷെ നമുക്ക് നേരെ തിരിച്ചാണല്ലേ. എൻ്റെ പൊന്നെ, അവിടെ ഭയങ്കര ആത്മാവിൻ്റെ ഭയങ്കര വ്യാപാരമാണെന്നാ പറഞ്ഞത്. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. വേദപുസ്തകത്തിൻ്റെ സത്യങ്ങൾ ഒരുവൻ്റെ ഉള്ളിൽ നിറയാതെ ആത്മാവിൻ്റെ നിയന്ത്രണം അവൻ്റെ മേൽ സാധ്യമല്ല. അതാണ് സത്യം. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ സഹോദരങ്ങളോട് പറയാറുണ്ട്, എവിടെ പോയാലും ബൈബിൾ പ്രീച്ച് ചെയ്യുന്ന ചർച്ചിൽ മാത്രമേ പോകാവുള്ളൂ. ഒരു ഭക്തൻ പറഞ്ഞ എന്നാണെന്നറിയാമോ? വീടിൻ്റെ അടുത്തുള്ള സഭയിൽ പോകരുത്, വചനം പ്രസംഗിക്കുന്ന സഭയിൽ വേണം പോകാനെന്ന്. എല്ലാവരും കേൾക്കുന്നെന്ന് വിചാരിച്ചോട്ടെ. അയ്യോ, ഈ ഉപദേശോത്തര സഭ മാറണമെന്നാണ് പറയുന്നത്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. തിരുവെടുത്ത് പറയുന്നത് മാത്രമേ എനിക്ക് പറയാനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെങ്കിൽ ആത്മാവിനാ നിറയുക. രണ്ട് കോസ് രണ്ടാണ്. ഒരിടത്ത് വചനം നിറയണം, ഒരിടത്ത് ആത്മാവ് നിറയണം. ഇതാണ് ഞാൻ പറഞ്ഞ കമ്പാരിസൺ. വചനത്താൽ നിറയുക, ആത്മാവിനാൽ നിറയുക. റിസൾട്ട് ഒരുപോലെയാണ്. കാര്യം എന്നാണെന്നറിയാമോ? എന്താ ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, ആത്മാവിനാൽ നിറയുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു നല്ല ടേം എന്നാണെന്നറിയാം. ആത്മാവിനെ നിറയുക എന്നതിന് ഒരു നല്ല വ്യാഖ്യാനം പവർഫുൾ പെർമിയേഷൻ എന്നൊരു വാക്ക് കൊടുത്താൽ നല്ലതാണ്. പവർഫുൾ പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തെ ആത്മാവിൻ്റെ ശക്തമായ വ്യാപനം എന്നാണ് അതിൻ്റെ അർത്ഥം. ശക്തമേറിയ വ്യാപനം. എൻ്റെ അകത്ത് രക്ഷിക്കപ്പെട്ടപ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ റെസിഡൻസ് ആയിട്ട് ഞാൻ മാറി. കർത്താവിനെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ ഏറ്റുപറയാൻ കഴിയില്ല. ഒരുവൻ രക്ഷയിലേക്ക് വരുമ്പോൾ ത്രിയേക ദൈവം അവനിൽ വസിക്കുകയാണ്. ആ ദൈവം എങ്ങനെയാണ് അവനിൽ പൂർണ്ണമായിട്ടും വ്യാപരിക്കുന്നത്? പവർഫുൾ മൈറ്റി പെർമിയേഷൻ. ക്ലിയർ? ആത്മനിറവ്. തെറ്റിപ്പോരുത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ എന്താ ആത്മനിറവ് എന്ന് പറഞ്ഞാൽ? ടു ബി കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ്. ഇനി നമ്മൾ തിരുവെഴുത്തുമായിട്ട് ചേർത്ത് വെച്ചാലോ? ആത്മാവിനാ നിറയുക, വചനത്താ നിറയുക. അല്ലെങ്കിൽ ആത്മനിറവിന് ഇങ്ങനെ പറയാം: ഇറ്റ് മീൻസ് ടു ബി ഡോമിനേറ്റഡ് ബൈ ദ വേർഡ്. ദൈവവചനത്താൽ ഡോമിനേറ്റ് ചെയ്യപ്പെടുക. കാര്യം എന്നറിയാമോ? ദ വേർഡ് ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ദ ഹോളി സ്പിരിറ്റ്. തിരുവെഴുത്തിനെ പരിശുദ്ധാത്മാവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം എന്നാണെന്നറിയാമോ? ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ഓഥർ ഓഫ് ദ ഹോളി സ്ക്രിപ്ചർ. ഹീ ഈസ് ദ ഓഥർ, ഹീ ഈസ് ദ ഇന്റർപ്രറ്റർ, ഹീ ഈസ് ദ അപ്ലയർ, ഹീ ഈസ് ദ enabler of his word in our life. പരിശുദ്ധാത്മാവാണ് തിരുവെഴുത്തിന്റെ ഓഥർ. പരിശുദ്ധാത്മാവാണ് ഇത് നമുക്ക് എഴുതി നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഇത് വ്യാഖ്യാനിച്ച് നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് ഇത് അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെങ്കിൽ ആത്മാവിനാൽ നിറയുക എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് വരുന്ന അർത്ഥം ഇതാണ്: ടു ബി ഡോമിനേറ്റഡ് ബൈ ദ വേർഡ്. ആത്മാവിനാൽ നിറയുക, വചനത്താൽ നിയന്ത്രിക്കപ്പെടുക. വചനത്താൽ നിറയുക, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. ഉള്ളിൽ ദൈവവചനം ക്രിയ ചെയ്യാത്ത ഒരുവന്റെ മേലും ആത്മനിയന്ത്രണം ഇല്ല. സത്യമാണത്.
ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ ഒരുവൻ്റെ ബിഹേവിയറിനെ, ഒരുവൻ്റെ ചിന്തയെ, ഒരുവൻ്റെ ഇടപാടിനെ, ഒരുവൻ്റെ ഡേ ടു ഡേ ലൈഫിനെ ഹോളി സ്പിരിറ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ അവൻ്റെ അകത്ത് തിരുവെഴുത്തുണ്ടായിരിക്കണം. ഇല്ലാത്തവൻ ആത്മനിയന്ത്രണം ഉണ്ടാകില്ല. അതൊക്കെ എന്തെങ്കിലും ചെറിയ പുറമേ ഉണ്ടാകുന്ന മൊമെൻ്ററി എക്സ്പീരിയൻസസ് ഒക്കെയാണ്. അതൊന്നും നിലനിൽക്കുന്നതല്ല. ആത്മനിറവെന്നുള്ളത് രക്ഷിക്കപ്പെടുമ്പോൾ, കർത്താവിന് ഈൽഡ് ചെയ്യുമ്പോൾ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. അത് കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടാകണം, അല്ലെങ്കിൽ എൻ്റെ മരണം വരെ ഉണ്ടായിരിക്കണം. അതിൻ്റെ പേര് ആത്മനിറവ്. അതിനേക്കാൾ കുറഞ്ഞതൊന്നും എനിക്ക് പറയാനായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വാക്കുകൂടെ പറഞ്ഞ് അവിടെ എനിക്ക് എങ്ങും എത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും കഴിയുന്നത്ര ഞാനൊന്ന് പറയാം. ഒന്ന് ശ്രദ്ധിച്ചേ എന്ന് പറഞ്ഞാൽ, ദ സ്പിരിറ്റ് കൺട്രോൾസ് അസ് വെൻ വി ആർ സാച്ചുറേറ്റഡ് വിത്ത് ദ ട്രൂത്ത്. വെൻ വി ആർ സാച്ചുറേറ്റഡ് വിത്ത് ദ ട്രൂത്ത്, ദൈവ വചനത്താൽ നമ്മൾ സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോഴാണ് ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്നത്. വെൻ ദ വേർഡ് ഡോമിനേറ്റഡ്, സ്പിരിറ്റ് കൺട്രോളസ്. ദൈവവചനം നമ്മളെ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങും. ദ വേർഡ് take hold of our mind, the word take hold of our emotion, the word take hold of our will. നമ്മുടെ വില്ലിനെ, നമ്മുടെ ഇമോഷനെ, നമ്മുടെ മൈൻഡിനെ ദൈവവചനം ഹോൾഡ് ചെയ്യുമ്പോൾ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുകയാണ്. ഇതിൻ്റെ പേരാണ് ആത്മനിറവ്. ദുഷ്കാലമാകയാൽ ജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ ആൽക്കഹോളിലേക്ക് തിരിയരുത്. ടേൺ ടു ദ ഹോളി സ്പിരിറ്റ്. അതീവ ശ്രദ്ധയോടെ വായിക്കണം കേട്ടോ. ഈ പുള്ളി പറയുന്നതൊക്കെ പുസ്തകത്തിനകത്തുണ്ടോന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. ഓക്കെ, മുന്നോട്ട് പോവാം. അന്നേരം കോണ്ടെക്സ്റ്റും മനസ്സിലായി, കമ്പാരിസണും മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായല്ലോ? കോണ്ടെക്സ്റ്റ് ആൻഡ് കമ്പാരിസൺ. മൂന്നാമത്തേത്, ഒരു പ്രധാന കോൺട്രാസ്റ്റ് അവിടെ ഉണ്ട്. ഒരു കോൺട്രാസ്റ്റ്. എന്താ കോൺട്രാസ്റ്റ്? അവിടെ നിങ്ങൾ ഒന്ന് നോക്കിയേ. ഈ ദൈവം, എനിക്ക് അല്പം എക്സാമ്പിളൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഈ ചില ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കാൻ നേരത്ത് പറയുന്നത് കേട്ടിട്ടില്ലേ? കർത്താവെ, പ്രസംഗിക്കുന്ന ദൈവദാസനെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി നല്ല വിലയേറിയ മുത്തുകളൊക്കെ പറക്കിത്തരാൻ സഹായിക്കണം. പഴയ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇതുവല്ലോ അറിയാവും അല്ലേ? ഇപ്പോഴത്തെ ആൾക്കാർക്ക് സൗണ്ടും സ്പീഡും അല്ലാതെ വേറെ ഒന്നും അറിയാമില്ല. ജീസസ് ആരാന്ന് പോലും അറിയത്തില്ല. നിന്റെ ദൈവം ആരാന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവം ത്രിയേകനാണെന്ന് പറയാൻ പോലും അറിയില്ലാത്തൊരു തലമുറയിലേക്ക് നമ്മൾ വന്നേക്കുകയാണ്. അങ്ങനെ ഉണ്ടാകരുത്. അത് നമ്മുടെ പരാജയമാണ്. നമ്മളവർക്കത് പറഞ്ഞു കൊടുത്തില്ല. അതാണ് അതിനകത്ത് സത്യം. നോക്കൂ, പണ്ടൊരാൾ ഓക്കെ വേണ്ട, വിലയേറിയ മുത്തൊക്കെ പറക്കി തരാം, പക്ഷേ ആ കിട്ടുന്ന മുത്ത് നമ്മുടെ ഹൃദയത്തിലൂടെ ഒന്ന് ആക്കണം. അത്രേ ഉള്ളൂ. അത് ചെയ്യണം. അത് ചെയ്യുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. രാവിലെ എഴുന്നേറ്റ് ഉറക്കവും കളഞ്ഞ് ഇവിടെ വന്നിരുന്ന് ഇത് കേട്ട് നോട്ട് ഒക്കെ എഴുതിയെടുത്ത് ഒരു പ്രയോജനമില്ല. ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. നല്ലതായിരുന്നു എന്നോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ഓക്കെ, നമുക്ക് അതിൻ്റെ ആ കോൺട്രാസ്റ്റിലേക്ക് പോകാം. വേഴ്സ് നമ്പർ 18 എങ്ങനെ വായിക്കുന്നത്? വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞാലേ, ഒരുവന്റെ മേൽ വീഞ്ഞകത്തോട്ട് എന്ന് കഴിയുമ്പം പിന്നെ അവൻ്റെ സുബോധം നഷ്ടപ്പെടുകയാണ്. മനസ്സിലാവുന്നോ? ഞാൻ ആരാന്നറിയാവോന്നൊക്കെ ഇടയ്ക്ക് വീഞ്ഞ് കുടിച്ചോടി ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? പുള്ളി തന്നെ മറന്നുപോവാണ്, ഞാൻ ആരാന്നറിയാവോ. എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി, ഇത് കോൺട്രാസ്റ്റ് ആണ്. ഒരുവന്റെ മേൽ വീഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞാൽ സ്വയനിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഒരുവന്റെ മേൽ ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ അവനെ തന്നെ നിയന്ത്രിക്കപ്പെടുകയാണ്. ഒരിക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു ഭൂതക്രിസ്തനോട് ചോദിച്ചു, നിന്റെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ എന്നാ പറഞ്ഞെന്നറിയാമോ? ലെഗ്യോൻ. കാര്യം അവനെ നിയന്ത്രിക്കുന്ന ആരാ? ലെഗ്യോൻ. എന്നാ പൗലോസ് ലേഖനം എഴുതി എങ്ങനെയാ? പൗലോസ് എന്ന ഞാൻ. വ്യത്യാസം പിടികിട്ടിയോ? ആത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിയുമ്പം നമ്മൾ ചിന്തിക്കുന്ന ആത്മാവ് വന്നു കഴിഞ്ഞാൽ നിയന്ത്രണം പോകുന്ന. നോ, ആത്മാവ് വന്നു കഴിഞ്ഞാൽ ഈ
ഞാൻ ബോസിൻ്റെ എപ്പോഴേലും പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ തൊടുമ്പം തെറിക്കുകയും ഊതുമ്പോൾ വീഴുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്തൊരു വലിയ ട്രബിള് ഞാൻ കണ്ടേക്കുന്നത് എന്നാണെന്നറിയാമോ? ഈ ആത്മാവിൻ്റെ വ്യാപാര സ്റ്റേജിലേക്ക് വരുമ്പം ഈ മുന്നിൽ നിൽക്കുന്ന കൈ വെക്കുന്ന 2-3 പേര് മാത്രമേ വീഴാറുള്ളൂ. കൈ വെക്കുന്നയാൾ വീഴുന്ന ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കാര്യം ആത്മാവിൻ്റെ സാന്നിധ്യം ഒരുപോലല്ലേ വരേണ്ടത്. ഇതുവരെ രക്ഷിക്കപ്പെടാത്ത ക്യാമറാക്കാരൻ വീഴുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്ര ഞാൻ എപ്പോഴേലും നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങളുടെ ഇതിൻ്റെ ഡയറക്ടറോട് പറഞ്ഞാൽ മതി, ആ പുള്ളിയോടൊന്ന് പറയണം ഏതാ ഈ സ്ലേയിങ് ഇൻ സ്പിരിറ്റിനെ പറ്റി പറഞ്ഞു. ഞാൻ റെഡിയാണ്, ഒരു 1.5 മണിക്കൂർ തയ്യാറാക്കി വെച്ചേക്കാണ്. എപ്പോൾ പറയാനുള്ള സാഹചര്യം കിട്ടാത്തതുകൊണ്ട് ഇപ്പം ഓക്കെ മുന്നോട്ട് പോവാം. എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടേ. എന്താ കോൺട്രാസ്റ്റ്? അന്ന് അവിടെ വീഞ്ഞ് നിറയാന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു റോമോ ഗ്രീക്ക് കൾച്ചറിൽ അവരുടെ അന്നത്തെ ഡിയറ്റീസും ഒക്കെ ആയിട്ട് അവരുടെ ആരാധനയിൽ വീഞ്ഞു കുടിക്കുക, മത്തരാകുക, അതിനകത്തൂടെ അഡൾട്ടറി, ഫോർണിക്കേഷൻ, അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുക, ഒരു ബിസാർഡ് കൈൻഡ് ഓഫ് അങ്ങനെ ഒരു റിലീജിയസ് സിസ്റ്റം അവിടെ ഉണ്ട്. അതൊരു കോണ്ടസ്റ്റ് എഫസോസിലുണ്ട്. അർത്തമീസ് ദേവിയുടെ അടുക്കൽ വരുന്ന ആളുകൾ ആ നിലയിൽ ദേവിയെ പ്രസാദിപ്പിക്കാനായിട്ട് ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലം അന്ന് അവിടെ ഉണ്ട്. ആ കോണ്ടസ്റ്റിലാണ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവ് നിറഞ്ഞവരായി. അതാണ് അതിൻ്റെ കോൺട്രാസ്റ്റ് എന്നുള്ളത്. അതായത് അവര് അന്നത്തെ എഫസോസിലെ റിലീജിയസ് വർഷിപ്പിൻ്റെ പാറ്റേൺ എന്നുള്ളത് ദേ യൂസ് ഡ്രങ്കൺനെസ്. എന്ന് പോൾ പറയുകയാണ്, ഇൻ കോൺട്രാസ്റ്റ് ടു ദാറ്റ് ക്രിസ്ത്യൻ കമ്മ്യൂൺ വിത്ത് ഗോഡ്, ബി കൺട്രോൾഡ് ബൈ ദ ബിഹേവിയർ ബൈ അനദർ ഇന്റേണൽ ഫോഴ്സ്, അനദർ ഇന്റേണൽ പവർ. കോണ്ടെക്സ്റ്റ്, കമ്പാരിസൺ, കോൺട്രാസ്റ്റ്. ക്ലിയർ? മുന്നോട്ട് പോവാം. ഇനിയും ഞാൻ ഈ വാക്യത്തിൻ്റെ ആ വാക്യത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ഇത്രയും നേരം നമ്മളതിൻ്റെ പരിസരമാണ് നോക്കിയത്. ഇനി നമ്മളതിൻ്റെ പാഠം, ലെസൺസ് എന്താണെന്നൊന്ന് നോക്കാൻ പോവാം. എനിക്കവിടെ എല്ലാം വിശദമായിട്ട് പറയാനായിട്ട് സമയമില്ല, എങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് പറയാനൊക്കെ ഞാനൊരു 8 കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ 8 കാര്യമൊന്നും പറയാൻ സാഹചര്യമില്ല. എങ്കിലും ഞാനതിനെ ഓരോന്നോരോന്നൊന്ന് കാണിച്ചു തരാം. ഒന്നാമത്തെ കാര്യം, ഒരു കമാൻഡ് അവിടെ ഉണ്ട്. ഒരു കമാൻഡ്. എന്താ കമാൻഡ് എന്നറിയാവോ? ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. കമാൻഡ് നിങ്ങൾ എല്ലാവരും കണ്ടോ? ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞായിരുന്നു, നമ്മൾ കേട്ട് വെച്ചേക്കുന്ന ചില കാര്യങ്ങളൊക്കെ തിരുവെഴുത്തിൻ്റെ ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ച് കഴിയുമ്പോൾ തിരുത്തേണ്ടതായിട്ട് വരും. ഇല്ല, ഞാൻ തിരുത്തുകയല്ല, ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പാണെന്ന് പറഞ്ഞിരുന്ന ഒരിക്കലും തിരുത്തുകയല്ല. ഈ ദൈവവചനം കേൾക്കുമ്പോഴേ ഇതുവരെയും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ അത് അങ്ങനല്ല എന്ന് പരിശുദ്ധാത്മാവ് ബോധ്യം തന്നാൽ അത് തിരുത്തണമെങ്കിൽ 2 കാര്യം വേണം. ഒന്ന്, നമുക്ക് ഹ്യൂമിലിറ്റി വേണം, താഴ്മ വേണം. അകത്ത് ഗമയുള്ളവൻ തിരുത്തുകയില്ല, അവനൊന്നും അറിയാനും വരാം. രണ്ടാമത്തെ കാര്യം, താഴ്മ മാത്രമല്ല, എൻ്റെ ഈഗോ ഒന്ന് ക്രാഷ് ആകണം. എന്നാ കുഴപ്പം? നമ്മളൊക്കെ എന്തെല്ലാം പഠിച്ചു വെച്ചിരുന്നതായിരുന്നു. പക്ഷേ പുസ്തകം ക്രമമായിട്ട് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് പല കാര്യങ്ങളും പുസ്തകത്തിൽ അങ്ങനെ അല്ലല്ലോ എഴുതി വെച്ചേക്കുന്നത്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇതിനെ ഒന്ന് ഉടച്ചു കളയാം. പക്ഷേ ഇത് തിരുവെടുത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തെ മനുഷ്യനെ ഇൻറ്റേർണൽ ഫോഴ്സ് കൊണ്ട് ആ പവർഫുൾ പെർമിയേഷൻ അകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, ഈഗോയുടെ ക്രാഷ് ഒന്നും പ്രശ്നമില്ല. തിരുവെഴുത്ത് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ ആ വാക്യത്തിലേക്ക് നോക്കി, 19ാമത്തെ വാക്യം, ആത്മാവ് ബി, ഇംഗ്ലീഷിൽ വേഴ്സ് നമ്പർ 18, ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഒറ്റ കമാൻഡേ ഉള്ളൂ ദൈവമക്കളോട്, ഒറ്റ കമാൻഡ്, ഓൺലി വൺ കമാൻഡ് കൺസേണിങ് ദ ഡോക്ട്രിൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്താണെന്നറിയാമോ? ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആത്മസ്നാനം നമുക്ക് എല്ലാവർക്കും അറിയാം. ആത്മസ്നാനം നമ്മുടെ ഇടയിൽ വളരെ വളരെ വിശദമായിട്ടൊക്കെ അത് അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാറില്ലെങ്കിൽ ആ പദം പരിചയമാണ്. ആത്മസ്നാനത്തിന് 7 വാക്യമാണ് എൻ്റെ ന്യൂ ടെസ്റ്റ്മെൻറ്റിനകത്തുള്ള. എൻ്റെ ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ അതിനെപ്പറ്റി വായിക്കുന്നില്ല. ആത്മസ്നാനം ഒരു
കൽപ്പനയായിട്ട് തിരുവെടുത്ത് പറയുന്നില്ല, ഒരിടത്ത് പോലും വായിക്കുന്നില്ല ആത്മസ്നാനം കൽപ്പനയായിട്ട്. അഭിഷേകം ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് പ്രത്യേക എപ്പിസോഡ്സിനകത്ത് 3 വാക്യമാണുള്ളത്, ഒരിടത്ത് പോലും അത് കൽപ്പനയായിട്ട് പറയുന്നില്ല. ആത്മാവിൻ്റെ അച്ചാരം അത് ഒരു ഫീലിംഗ് അല്ല, അതൊരു ഫാക്റ്റാണ്. രക്ഷിക്കപ്പെടുമ്പോൾ അത് കൽപ്പനയായിട്ട് പറയുന്നില്ല. ആത്മാവിൻ്റെ മുദ്ര അതൊരു ഫീലിംഗ് അല്ല, അതൊരു ഫാക്റ്റാണ്. രക്ഷിക്കപ്പെടുമ്പോൾ അതിനെയും കൽപ്പനയായിട്ട് പറയുന്നില്ല. എന്നാൽ ന്യൂ ടെസ്റ്റ്മെന്റിലെ വിശുദ്ധന്മാരോട് പരിശുദ്ധാത്മാവ് കൽപ്പനാരൂപത്തിൽ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ: ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഇമ്പരേറ്റീവ് മൂഡാണ് അവിടുത്തെ ടോക്ക്. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം: ആത്മാവിനാൽ നിറയുക എന്നുള്ളത് കൽപ്പനയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കമാൻഡാണ്. ഓൺലി വൺ കമാൻഡ് ടു ക്രിസ്ത്യൻസ് കൺസേണിങ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്: ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പം എവറി ബിലീവേഴ്സ് പൊസസ് ദ ഹോളി സ്പിരിറ്റ്. ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ, രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ കേട്ടോ, രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിതം സമ്പൂർണമായി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിൻ്റെ നീതി വസ്ത്രം ധരിച്ചവരാണ് രക്ഷിക്കപ്പെട്ടവർ കേട്ടോ. അല്ല സ്നാനപ്പെട്ടവരല്ല രക്ഷിക്കപ്പെട്ടവർ. കർത്താവിൻ്റെ നീതി വസ്ത്രം വിശ്വാസത്താൽ ധരിച്ച് പുത്രനിലൂടെ ഗോഡ് ദ ഫാദർ നമ്മളെ നോക്കുമ്പം പുണ്യാഹ രക്തത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വസ്ത്രം ധരിച്ചവനെന്ന ബോധ്യമുണ്ടോ? അതാണ് രക്ഷിക്കപ്പെടുക എന്നതിൻ്റെ ഏറ്റവും ബേസിക് അർത്ഥം. അത് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയെങ്കിൽ എവരി ട്രൂ ബിലീവർ പൊസസ് ദ ഹോളി സ്പിരിറ്റ്. യോഹന്നാൻ 14:15-16 ത്രിയേക ദൈവം നമ്മളിൽ വന്ന് വാസം ചെയ്യും. 1 കൊരിന്ത്യർ 12:6 പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ആർക്കും കർത്താവിനെ കാണാനായിട്ട് കഴിയത്തില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിനകത്ത് എനിക്കുള്ളവൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവുണ്ട് എന്നാണ് വായിക്കുന്നത്. എനിക്കല്ലാത്തവൻ്റെ ഉള്ളിൽ ആത്മാവില്ല എന്നതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. നോക്കൂ, ചുരുക്കി പറഞ്ഞ് രക്ഷിക്കപ്പെടുമ്പോഴേ ഒരുവൻ്റെ അകത്ത് ത്രിയേക ദൈവം വസിക്കുകയാണ്. എന്നാൽ ആത്മനിറവിൻ്റെ കമാൻഡ് എന്നുള്ളത് രക്ഷിക്കപ്പെട്ട് കഴിയുന്ന ഒരുവനെ പൂർണ്ണമായിട്ടും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. ഒരു പവർഫുൾ പെർമിയേഷൻ, അകത്ത് മുഴുവൻ ഇന്റേണൽ ഫോഴ്സിലൂടെ കൺട്രോൾ ചെയ്യുക. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ആത്മാവിന് ഇതൊരു കമാൻഡാണ്. കമാൻഡ്. ഈ അല്പം കാര്യം ഒന്ന് ഇടയ്ക്കെന്ന് പറഞ്ഞാൽ എനിക്ക് മുഴുവൻ തീർക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് പിന്നാലെ ഗ്രഹിക്കാനായിട്ട് പറ്റില്ലോ. ഈ ആത്മനിറവ് ഒരുവൻ്റെ മേലുണ്ടെന്നുള്ളത് അവൻ്റെ കൃപാവരങ്ങൾ നോക്കി നമുക്ക് ഒരിക്കലും ഉറപ്പുവരുത്താൻ കഴിയുകയില്ല. ഞാൻ പറഞ്ഞ ഭാഗം ശ്രദ്ധിച്ചു കേട്ടോണം. ഒരുവൻ്റെ മേൽ ആത്മനിയന്ത്രണം ഉണ്ടെന്നുള്ളത് കൃപാവരങ്ങൾ, ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് someone is being filled by the Holy Spirit. കാര്യം എന്നാണെന്നറിയാവോ? ഇപ്പം എനിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ഒരു കൃപാവരമാണ് ഉപദേശിക്കാൻ, പ്രസംഗിക്കാൻ, സഭയുടെ അധ്യക്ഷനാകാൻ കർത്താവ് നൽകിയിരിക്കുന്ന കൃപാവരമാണ്. ഇനി നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെയുള്ള കൃപാവരങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയിട്ടുള്ള കൃപാവരങ്ങൾ തന്നിട്ടുള്ള അനേകം ആളുകൾ ഇതിനകത്തുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കാൻ, അല്ലെങ്കിൽ ഡിസേൺമെൻറ്റ്, വിശ്വാസവരം, കൊടുക്കാനുള്ള വരം, ജ്ഞാനത്തിൻ്റെ വരം, എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത ആരും ഇതിനകത്തുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ആത്മാവിൻ്റെ വരങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ആത്മാവിൻ്റെ വരങ്ങൾ ഒരാൾക്ക് ആത്മനിയന്ത്രണം ഇല്ലെങ്കിലും ഉപയോഗിക്കാം. ശരിയാണോ ഞാൻ പറഞ്ഞ കാര്യം? ഞാനൊരു അധ്യാപകനാണ്. എന്നെ കർത്താവ് ഒരു പാസ്റ്ററായിട്ടും ഒരു ടീച്ചറായിട്ടും ഒരു പ്രീച്ചറും ഒക്കെ ആയിട്ടാണ് വിളിച്ചേക്കുന്നത്. എൻ്റെ ഹൃദയം കർത്താവിൽ നിന്നകന്നിരിക്കുമ്പോഴും ഞാനൊരു 10 മണിക്കൂർ നോട്ട് പ്രിപ്പയർ ചെയ്ത ബോസ്റ്റൺ ലൈനിൽ പ്രസംഗിക്കാവുന്നേ, ഒരു കുഴപ്പമില്ല. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ദ സൈൻ ഓഫ് someone ഈസ് ബീയിങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനെ നിറഞ്ഞു എന്നതിൻ്റെ തെളിവല്ല അവൻ്റെ മേലുണ്ടാകുന്ന കൃപാവരങ്ങൾ. ഒരുവൻ അന്യഭാഷ പറയാം, ആത്മനിറവ് ഉണ്ടാകണമെന്നില്ല. മനസ്സിലാവുന്നോ?
നമ്മൾ എത്ര പേര് ആഴ്ചയിൽ 7 ദിവസം ആത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ജീവിച്ചിട്ട് ഞായറാഴ്ച പാട്ട് പാടുമ്പോൾ അന്യഭാഷ പറയാറുണ്ടെന്ന് ആലോചിച്ചാൽ മതി. ശ്രദ്ധിച്ചേ. എന്നാൽ ആത്മനിറവിൻ്റെ റിസൾട്ട് എന്നാണെന്നറിയാമോ? ഇറ്റ് ഈസ് നോട്ട് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. when a person is filled with the Holy Spirit, the result is not the gift of the Holy Spirit, but the fruit of the Holy Spirit. അതുകൊണ്ടായിരിക്കും. കാര്യം കളിപ്പീരായിട്ട് നടന്നിട്ട് അവൻ്റെ മേൽ കർത്താവിൻ്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യുകയില്ല. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. കർത്താവിൻ്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ പൂർണ്ണമായിട്ടും ആത്മനിയന്ത്രണത്തിൽ തന്നെയായിരിക്കണം. ആത്മനിയന്ത്രണത്തിൽ തന്നെയായിരിക്കണം. എനിക്ക് ഇങ്ങനെ പറഞ്ഞ് ഞാനതൊന്ന് വിടാം. when a person is filled with the Spirit, the result is not the gift of the Holy Spirit, the result is the fruit of the Holy Spirit. അങ്ങനെ ആ ആത്മാവിൻ്റെ ഫലം നിറഞ്ഞിരിക്കുമ്പം ആ ഗിഫ്റ്റുകൾ ഉപയോഗിച്ചാൽ ദൈവം നമ്മിൽ എത്ര പ്രസാദകരമായിരിക്കും. അത്രയും കാര്യം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് തൽക്കാലം അത്രയൊന്ന് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓടിച്ചെന്ന് പറയാം. ആത്മനിറവിനെ പറ്റി ഒന്ന് പറയാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. ഒന്ന്, ദ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ആൻ അപ്പോസ്റ്റോളിക് കമാൻഡ്. ഓർത്തോണം. എല്ലാവരോടും പരിശുദ്ധാത്മാ പറയുകയാണ്, നിങ്ങൾ ആത്മാവിനാൽ നിറയണം. ആ ആത്മാവിനാൽ നിറയുക എന്നുള്ളതിൻ്റെ ആ ഒറിജിനൽ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ബി ബീയിങ് ഫിൽഡ് എന്നാണ്. ബി ബീയിങ് ഫിൽഡ്, അതായത് പ്രസന്റ് ടെൻസ് ആണ് അവിടുത്തെ വെർബ്. പ്രസന്റ് ടെൻസ്. എന്നും നിറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. എന്നും നിറഞ്ഞുകൊണ്ടിരിക്കുക. കീപ്പ് ഓൺ ബീയിങ് ഫിൽഡ്. മനസ്സിലാവുന്നോ? ഇന്നലെ നിറഞ്ഞു, അതുകൊണ്ട് നാളെ വേണ്ടതല്ല. കീപ്പ് ഓൺ ബീയിങ് ഫിൽഡ്. അതുകൊണ്ടാണ് ആക്ട്സ് ചാപ്റ്റർ 2 അവരെല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞു. അതേ ആളുകൾ തന്നെ ആക്ട്സ് ചാപ്റ്റർ 4 ആത്മാവിനാൽ നിറഞ്ഞു. അതേ ആളുകൾ തന്നെ ആക്ട്സ് ചാപ്റ്റർ 7 ആത്മാവിനാൽ നിറഞ്ഞു. 9 അധ്യായത്തിനകത്ത് ആത്മപൂർണ്ണനാകേണ്ടതിന് അനന്യാസ് പൗലോസിൻ്റെ മേൽ കൈവച്ചു. 13 അധ്യായത്തിനകത്ത് വീണ്ടും പരിശുദ്ധാത്മാവിനാൽ പൗലോസ് നിറഞ്ഞ് എലീമാസിനെ ഉറ്റുനോക്കിയെന്ന് വായിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂവസ് പ്രോസസ്. ഒരു ദിവസം മാത്രമല്ല, എവറി ഡേ, എല്ലാ ദിവസവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദ ഫില്ലിംഗ്, മറന്നു പോകരുത്. ദ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ആൻ അപ്പോസ്റ്റോളിക് കമാൻഡ്. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ക്രിസ്ത്യൻസ് ആർ ടു ഒബേ ദിസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ബി ഫിൽഡ്. ഒന്നാമത്തെ കാര്യം കിട്ടിയോ? ഒന്നാമത്തെ കാര്യം പറഞ്ഞ് ഇതിനു മുമ്പ് 5-6 കാര്യം പറഞ്ഞെങ്കിൽ ഞാൻ വീണ്ടും ഒന്നും നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അടുത്തത്, the filling of the Holy Spirit is an ongoing experience that can happen time and time again. ആത്മനിറവ് എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിനൊന്ന് സെൻറ്റൻസ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ആത്മനിറവ് എന്നുള്ളത് ഇറ്റ് ഈസ് എൻ ഓൺ ഗോയിങ് എക്സ്പീരിയൻസ്. 2 അധ്യായത്തിൽ ആത്മാവ് നിറഞ്ഞവൻ 4 അധ്യായത്തിൽ, അവർ തന്നെ 6 അധ്യായത്തിൽ, അവർ തന്നെ 9 അധ്യായത്തിൽ, അവർ തന്നെ 13 അധ്യായത്തിൽ ആ വ്യക്തി തന്നെ അതിനെപ്പറ്റി കമാൻഡ് എഫീസ് ലേഖനത്തിൽ ആ സഭയോട് ആത്മാവിനാൽ നിറയുവനെന്ന് പ്രബോധിപ്പിക്കുന്നു. യൂണിവേഴ്സൽ ചർച്ചിനോട് ആത്മാവിനാൽ നിറയുക എന്ന് പ്രബോധിപ്പിക്കുന്നു. ഇറ്റ് ഈസ് എൻ ഓൺ ഗോയിങ് എക്സ്പീരിയൻസ് ദാറ്റ് ക്യാൻ ബി ഹാപ്പൻ ടൈം ആൻഡ് ടൈം അഗെയിൻ. എന്ന് പറഞ്ഞാലേ, നോബഡി സ്റ്റേസ് ഫുൾ ഓഫ് ദ സ്പിരിറ്റ് ഓൾ ദ ടൈം. എപ്പോഴും ആത്മാവിനാൽ നിറഞ്ഞിരിക്കാൻ സാധ്യമല്ല. ഇടയ്ക്ക് ഇതിൻ്റെ നിയന്ത്രണത്തിന് തടസ്സം ഉണ്ടാകാം. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ബി filled with the Holy Spirit. Keep on being filled with the Holy Spirit. നോക്കിയേ, ഇത് അപ്പോസ്റ്റലിക് കമാൻഡ് ആണ്, ഓൺഗോയിങ് എക്സ്പീരിയൻസ് ആണ്. അടുത്തത്, ദ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് yielding yourself and coming under the control and influence of the Spirit. ആത്മാവിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്. അതൊന്ന് എടുത്തു പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊരു മൊമെൻ്ററി എക്സ്പീരിയൻസ് അല്ല. മറിച്ച് ഇതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇതിനകത്ത് ആത്മാവിനാൽ നിറയുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, പരിശുദ്ധാത്മാവ് എന്താ അർത്ഥമാക്കുന്നത് അറിയാമോ? ബീയിങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഈസ് വോക്കിംഗ്. ശ്രദ്ധിച്ച് കേട്ടാണ്. വോക്കിംഗ് തോട്ട് ബൈ തോട്ട്, ഡിസിഷൻ ബൈ ഡിസിഷൻ, ആക്ട് ബൈ ആക്ട് അണ്ടർ ദ spirit control. The spirit filled life
yield to every steps of the Spirit of God. എല്ലാ ചിന്തകളും, എല്ലാ നടപ്പും, എല്ലാ ഇടപാടും സമ്പൂർണമായിട്ട് ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വരിക. ദ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് yielding yourself and coming under the control of the influence of the Holy Spirit. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു പോയിന്റായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ദ ഫില്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ് ക്യാൻ ബി ഹിൻഡേർഡ് ബൈ ഓൺ ഗോയിങ് സിൻ. ജീവിതത്തിലുണ്ടാകുന്ന നിരന്തരമായിട്ട് നാം ചെയ്യുന്ന പാപങ്ങൾ ആത്മനിറവിന് തടസ്സമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്. വീഞ്ഞ് കുടിച്ച് കഴിഞ്ഞ് മത്തരായി കഴിഞ്ഞാൽ എന്നാ ചെയ്യും? ആത്മാവിന് നമ്മളെ നിയന്ത്രിക്കാനായിട്ട് കഴിയത്തില്ല. ഇറ്റ് ക്യാൻ ബി ലോസ്റ്റ് ആൻഡ് റിന്യൂഡ്. ജീവിതത്തിൽ തെറ്റ് വരുമ്പോൾ, കർത്താവിന് ഇഷ്ടമില്ലാത്തതിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ആത്മാവിൻ്റെ നിയന്ത്രണം കുറയുമ്പോൾ വീണ്ടും തിരുവെഴുത്ത് നമ്മളോട് കൽപ്പിക്കുകയാണ്, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. Back to the Bible, back to the Spirit, back to spirituality. Keep on filled with the Holy Spirit. അതുകൊണ്ട് ആത്മനിറവ് ജീവിതത്തിൽ ഇടയ്ക്ക് കുറഞ്ഞു പോയാൽ ഭാരപ്പെടണ്ട. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകയാൽ അതിനെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വിശുദ്ധിയിൽ സൂക്ഷിപ്പീൻ. ഓരോരുത്തൻ വിശുദ്ധിയിൽ താൻ താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ആരും അതിക്രമിച്ച് കടക്കരുത്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഒരുവനത് തുച്ഛീകരിക്കുന്നെങ്കിൽ എന്നെയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അത്രേ തുച്ഛീകരിക്കുന്നത്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം, തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം. ആത്മനിറവിൻ്റെ തടസ്സമാണ് ഓൺ ഗോയിങ് സിൻ. അടുത്തത് ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ദ ഫില്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ് പ്രൊഡ്യൂസസ് ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ ആൻഡ് ഫ്രൂട്ട്സ് ഇൻ അവർ ലൈഫ്. ഈ ഗലാത്യ ലേഖനത്തിനകത്തെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവീൻ, എന്നാൽ ജഡത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങളിൽ ഉണ്ടാകുകയില്ല, ആത്മാവിൻ്റെ ഫലം നിങ്ങളിൽ ഉണ്ടാവും എന്നാണ് അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ ആ സംക്ഷിപ്തമായ ആശയം. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആത്മാവിനാൽ നിറയുവീൻ എന്നല്ലേ? ആത്മാവിനാൽ നിറഞ്ഞാൽ മാത്രമേ ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആത്മാവിനാൽ നിറയുവിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നാണ്. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ ഫലമെല്ലാം നമ്മിലുണ്ട്. ആ ഫലം എന്നാന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സ്വഭാവം നമ്മിലുണ്ടാകും എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നോ? ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ അല്പം മുമ്പേ പറഞ്ഞവരൊന്നുകൂടെ ഓർപ്പിക്കാം. ആത്മനിറവിൻ്റെ റിസൾട്ട് ഗിഫ്റ്റ്സ് അല്ല. ആത്മാവിൻ്റെ കൂടെ ഒരുവൻ നടക്കുന്നതിൻ്റെ റിസൾട്ട് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങളുടെ മേൽ വാഴുകയില്ല. ആത്മാവിൻ്റെ സ്വഭാവം നമ്മൾ ഡെവലപ്പായി വരും. The filling of the Spirit produces Christ-like character and fruits in our life. ഇതിൻ്റെ വേറെ പ്രധാനപ്പെട്ട റിസൾട്ട്, ദ ഫില്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ് സ്റ്റിയേഴ്സ് അസ് ടു ബോൾഡ്ലി പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ. ആത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആത്മനിറവ് ഈ 4 ഭിത്തിക്കകത്താണ്. അപകടമാണ്. ആത്മാവിൻ്റെ നിറവ് എവിടാന്നറിയാമോ? അവരാത്മാവ് നിറഞ്ഞവരായി ശക്തിയോടെ ദൈവത്തിൻ്റെ വചനം ഘോഷിച്ചു. ആത്മനിറവിനാൽ ഒരുവന്റെ മേൽ നൽകപ്പെടുന്ന ആ ദൈവശക്തിയുടെ വ്യാപാരം, ആ പവർഫുൾ പെർമിയേഷൻ, ഞാൻ പറഞ്ഞ വാക്ക് ഓർക്കുന്നല്ലോ, ആ ദൈവശക്തിയുടെ വ്യാപാരം സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മളെ പ്രാപ്തരാക്കുകയാണ്. നിങ്ങൾ
ശക്തി ലഭിച്ചിട്ട് എന്നാ വായിക്കുന്നത് അല്ലെ. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, അതിൻ്റെ അർത്ഥം എന്നാ? ഒരുവന്റെ മേൽ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ അവന്റെ ഭയം മാറും, അവന്റെ ലജ്ജ മാറും, അവന്റെ താല്പര്യം കൂടും, അവന്റെ ആത്മഭാരം വർദ്ധിക്കും, അവൻ ഗോസ്പല് പറയാനായിട്ട് തുടങ്ങും, അവൻ ട്രാക്റ്റ് കൊടുക്കാനായിട്ട് തുടങ്ങും, അവന്റെ അകത്ത് ജീവൻ വ്യാപരിക്കുകയാണ്. നഷ്ടപ്പെടുന്നവരെ കുറിച്ച് വേദന ഉണ്ടാവും. നമുക്ക് ഭയവും ലജ്ജയും വേദനയൊന്നും ഇല്ലാത്തതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? ഇതുവരെയും ആ ശക്തിയുടെ പെർമിയേഷൻ എൻ്റെ അകത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ്. ശക്തി ലഭിച്ചിട്ട്, അതും എൻ്റെ വിഷയം അധികം അങ്ങനെ പോകാനായിട്ട് കഴിയത്തില്ല. ആ ആത്മനിറവിൻ്റെ ആ ശക്തീകരണ സ്തേഫാനോസിനെ നോക്കിയാൽ മതി. ആത്മാവ് നിറഞ്ഞവനായിട്ടാണ് ആ പ്രസംഗം മുഴുവൻ അവിടെ നടത്തുന്നത്. കല്ലേറ് കൊള്ളാൻ നേരത്ത് ഉയരത്തിലേക്ക് നോക്കുന്നത് ആത്മാവ് നിറഞ്ഞിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അത്രയും കാര്യം ചില കാര്യങ്ങളൊന്ന് വേഗത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ വാക്യത്തിനകത്തൊരു മൂന്നാല് കാര്യമുണ്ട്. പെട്ടെന്നൊന്ന് നോക്കാമോ? നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും, കൊലോസ്യരെ തമ്മിൽ പഠിപ്പിച്ചെന്ന് കേട്ടോ, തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ഇതിനകത്ത് 3 കാര്യമുണ്ട്. 1, ദൈവത്തോടുള്ള ബന്ധം. ശ്രദ്ധിച്ചു കേട്ടോണം, ദൈവത്തോടുള്ള ബന്ധം. 2, കൂട്ടു സഹോദരങ്ങളോടുള്ള ബന്ധം. 3, നമുക്ക് നമുക്ക് നമ്മിൽ തന്നെയുള്ളൊരു തൃപ്തി. ഇങ്ങനെ 3 കാര്യം വാക്യത്തിനകത്തുണ്ട്. പെട്ടെന്ന് നോക്കിയേ, ദൈവത്തോടുള്ള ബന്ധം അവിടെ ഉണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും. ഹൃദയത്തിൽ ഒരുത്തന് കർത്താവിനോട് പാട്ട് പാടണമെങ്കിൽ അവൻ്റെ ഹൃദയം എവിടെ ഇരിക്കണം? കർത്താവിൻ്റെ കാര്യത്തിൽ ഇരിക്കണം. ശരിയാണെന്ന് ഞാൻ പറഞ്ഞ കാര്യം? ഹൃദയം ഈ ഓൾഡ് ടെസ്റ്റമെന്റിൽ നമ്മുടെ യാഹുവേ, ജഹോവ വേദനയോടെ പറയുന്ന വാക്യമുണ്ട്, അവരുടെ അതരത്തിൽ ഞാൻ അടുത്തും ഹൃദയത്തിൽ അകന്നുമാണ് ഇരിക്കുന്നത്. ഈ ജനം അടുത്ത് വന്ന് എന്നെ ബഹുമാനിക്കുന്നെങ്കിലും അവരുടെ ഹൃദയത്തിൽ ഞാൻ വളരെ ദൂരെയാണ്, വായിൽ സമീപസ്ഥനാണ്, എന്നാൽ അന്തരംഗത്തിൽ ദൂരസ്ഥനായിട്ടിരിക്കുന്നു. ഹാർഡ് വൊക്കാബുലറിയൊക്കെയാണ് അവിടെ ദൈവം ഉപയോഗിച്ചേക്കുന്നത്. ശരിയാണോ? അങ്ങനല്ല. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഹൃദയംഗമമായ ബന്ധം, ആത്മനിറവിൻ്റെ അടയാളമായിട്ട് തിരുവെടുത്ത് പറഞ്ഞേക്കുക. ഹൃദയത്തിൽ ബന്ധം ഉണ്ടോ കർത്താവിനോട്? 2, അവിടെ തന്നെയുണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ 2 കാര്യമുണ്ട്. 1, ദൈവത്തോടുള്ള ബന്ധം. 2, നന്ദിയുള്ള ഹൃദയം. നിങ്ങൾ എല്ലാറ്റിനു വേണ്ടിയും ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. ജീവിതത്തിൽ എപ്പോഴും താങ്ക് ഗോഡ്, എല്ലാ കാര്യങ്ങളെ ഓർത്ത് നന്ദി കർത്താവേ, നമ്മുടെ താഴ്ചയും നമ്മളെ ഓർത്തവന്. അത് നമ്മുടെ രക്ഷയായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറയാറുള്ളൂ കേട്ടോ, അല്ലാതെ വേറൊരു താഴ്ചയും നമുക്കുണ്ടായിട്ടില്ല. ആ താഴ്ചയൊക്കെ അതൊന്നും വലിയ കാര്യമല്ല. നമ്മുടെ താഴ്ചയും നമ്മളെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുള്ളത് എന്ന് പറഞ്ഞാൽ ആ ദൈവത്തോടുള്ള നമ്മുടെ ഹൃദയംഗമമായ ബന്ധം, ദൈവമുമ്പാകെ നന്ദിയുള്ളൊരു ഹൃദയം ആത്മനിറവിൻ്റെ അടയാളമാണെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞേക്കുന്നത്. 2ാമത്തെ കാര്യം, ആ വാക്യത്തിനകത്തെ 2ാമത്തെ കാര്യം. 1, ദൈവത്തോടുള്ള ബന്ധം. അവിടെ 2 കാര്യമുണ്ട്. 2, പരസ്പരമുള്ള ബന്ധം. തമ്മിൽ പഠിപ്പിച്ചും, അല്ലെങ്കിൽ തമ്മിൽ, അവിടുത്തെ വാക്ക് കണ്ടോ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും തമ്മിൽ പഠിപ്പിച്ചും. അവിടെ ആ ആത്മീയ ഗീതങ്ങൾ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും എന്ന് പറഞ്ഞാൽ ആ തമ്മിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മനിറവുള്ള 2 പേര് അവര് അന്യോന്യം കാണുമ്പോൾ അവരൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കും എന്ന് മാത്രമല്ല, അവരുടെ സംസാരം എന്നാണെന്നറിയാമോ? സ്റ്റോക്ക് മാർക്കറ്റ് പൊങ്ങിയോ അതൊന്നുമല്ല അവരുടെ വിഷയം. അവരുടെ പ്രശ്നം എന്നാണെന്നറിയാമോ? അവരുടെ വിഷയം എന്നാണെന്നറിയാമോ? അവർ കാണുമ്പോൾ സംസാരിക്കുന്നത് ആത്മീയ ജീവിതത്തിൻ്റെ പഠിപ്പിക്കലിനുതകുന്ന, ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കുതകുന്ന കാര്യങ്ങളായിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. തമ്മിൽ പഠിപ്പിച്ചും തമ്മിൽ സംസാരിച്ചും എന്ന് പറഞ്ഞാൽ ഈ ഇയ്യോബിൻ്റെ അടുക്കൽ വന്ന് വ്യസനിപ്പിക്കുന്ന ആശ്വാസവന്മാരെ പോലെ അല്ല അവർ ബിൽഡിംഗ് അപ്പാണ്. ഈ തിരുവഴുത്തിനകത്തെ വാക്യം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും വായിൽ നിന്ന് പുറപ്പെടരുത്. അന്യോന്യം സംസാരിച്ചും
നോട്ട് എ ഡ്രോ ഒരു എമി കാർമൈക്കിൾ പറഞ്ഞൊരു കോട്ടുണ്ട്, നോട്ട് എ ഡ്രോപ്പ് ഓഫ് ബിറ്റർ വാട്ടർ എവർ സ്പിൽ ഔട്ട് ഓഫ് എ ഗ്ലാസ് ഓഫ് സ്വീറ്റ് വാട്ടർ. ഒരു ഗ്ലാസ് മധുരപാനീയത്തിൽ നിന്ന് ഒരു തുള്ളി കയ്പ് നീര് പോലും പുറത്ത് വരികയില്ല. ആത്മനിറവുള്ളവൻ വർത്താനം പറഞ്ഞാൽ ദൈവവചനം മാത്രമേ വരത്തുള്ളൂ. ഒരിക്കൽ ചാൾസ് സ്പർജൻ ജോൺ ബെനിയൻ പരദേശി മോക്ഷയാത്ര എഴുതിയ പിൽഗ്രിം പ്രോഗ്രസ് എഴുതിയ ജോൺ ബെനിയനെ പറ്റി എന്നെ പറഞ്ഞറിയാമോ? ജോൺ ബെനിയന്റെ ശരീരത്തിന്റെ ഏത് ഭാഗം കട്ട് ചെയ്താലും അവിടുന്ന് ഒടുങ്ങുന്നത് ബൈബിളായിരിക്കും, ബൈബിളിനായിരിക്കും എന്നാണ് ചാൾസ് സ്പർജൻ പറഞ്ഞത്. ദൈവത്തോടുള്ള ബന്ധം, കർത്താവിനോട് ഹൃദയംഗമമായ ബന്ധം, നന്ദിയുള്ള ഹൃദയം, കൂട്ടുസഹോദരങ്ങളോടുള്ള ബന്ധം, അന്യോന്യം ആത്മീയ വർധനയ്ക്ക് ഉതകുന്നത് തമ്മിൽ പഠിപ്പിക്കുക, ആത്മനിറവിന്റെ അടയാളം. 3, അന്യോന്യം. നമ്മിൽ തന്നെ. അവിടെ ഹൃദയത്തിൽ പാടുക എന്നൊരു പ്രയോഗത്തിന്റെ അർത്ഥമുണ്ട്. ജീവിതത്തിൽ തൃപ്തിയില്ലാത്ത ആർക്കും ഹൃദയത്തിൽ പാടി കർത്താവിനെ സ്തുതിക്കാൻ കഴിയില്ല. ആത്മനിറവിന്റെ 3ാമത്തെ പ്രത്യേകത ആ വാക്യത്തിൽ എന്നാണെന്നറിയാമോ? തൃപ്തികരമായ ഒരു ജീവിതം, തൃപ്തിയുള്ള ഒരു ജീവിതം. ഇനി അവിടെ അന്യോന്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണമെന്നാ. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ഈ അന്യോന്യം കീഴ്പ്പെട്ടാൽ പിന്നെ ആരാ വലുത്? ആലോചിച്ചിട്ടുണ്ടോ? അന്യോന്യം കീഴ്പ്പെട്ട ആരാ വലുത്? ആരും വലുതല്ല. അന്യോന്യം കീഴ്പ്പെട്ടാൽ ആരും വലുതല്ല. നമുക്ക് കീഴ്പ്പെടുത്താനാണ് ഇഷ്ടം. സമയമില്ലാത്തതുകൊണ്ട് പറയാൻ മുതിരുന്നില്ല. അന്യോന്യം കീഴ്പ്പെടണം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മിഷൻ സംഘടനയായ OMന്റെ ഫൗണ്ടർ ജോർജ് വെർബർ തൻ്റെ മിഷണറിമാർക്ക് ലെറ്റർ എഴുതുമ്പോൾ തൻ്റെ അഡ്രസ്സ് എങ്ങനെ അതിൻ്റെ അടി വെച്ചിരുന്നെന്ന് അറിയാമോ? ഇന്റർനാഷണൽ സിന്നർ സേവ്ഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ജോർജ് വെർബറിന്റെ അഡ്രസ്സ് ഇന്റർനാഷണൽ സിന്നർ സേവ്ഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മുടെ ഡയറക്ടർമാരുടെ അഡ്രസ്സ് കണ്ട കണ്ണു തള്ളിപ്പോവും. ഞാൻ അത്രയും പറഞ്ഞ് തൽക്കാലം വിടുക. എന്താ ആത്മനിറവ്? ദൈവത്തോടുള്ള ബന്ധം, കൂട്ടുസഹോദരങ്ങളോടുള്ള ബന്ധം, അന്യോന്യം നമ്മിലുണ്ടാകേണ്ട ബന്ധം. ഇനി നിങ്ങൾ ആ ബാക്കിയെല്ലാം വായിച്ചു നോക്കിയേ. ആത്മനിറവ്. ഇനി ഒരു കാര്യം കൂടെ പെട്ടെന്ന് നോക്കിയേ. ഇതിൻ്റെ ഈ 5ാം അധ്യായത്തിൻ്റെ 22 മുതൽ 6ാം അധ്യായത്തിൻ്റെ അവസാനം വരെ ആത്മനിറവിൻ്റെ പ്രാക്ടിക്കൽ ലെസൺസ് ആണ് കേട്ടോ. ആത്മാവ് നിറഞ്ഞാൽ 22ാം വാക്യം എങ്ങനെ? സ്പിരിറ്റ് ഫിൽഡ് വൈഫ് എങ്ങനെ ആയിരിക്കും? എല്ലാവരും കേട്ടോണം. സ്പിരിറ്റ് ഫിൽഡ് വൈഫ് എങ്ങനെ ആയിരിക്കും എന്നാണ് 22ാമത്തെ വാക്യം. 28ാമത്തെ വാക്യം സ്പിരിറ്റ് ഫിൽഡ് ഹസ്ബൻഡ് എങ്ങനെ ആയിരിക്കും? വേഴ്സ് നമ്പർ 5:28. ചാപ്റ്റർ 6 വേഴ്സ് 1 സ്പിരിറ്റ് ഫിൽഡ് കിഡ്സ് എങ്ങനെ ആയിരിക്കും? അവരപ്പനെ അമ്മയെ അനുസരിക്കും. 4ാമത്തെ വാക്യം സ്പിരിറ്റ് ഫിൽഡ് പേരൻസ് മക്കളോട് എങ്ങനെ ആയിരിക്കും? 6:5 യജമാനന്മാരും ദാസന്മാരും ആത്മാവിൽ നിറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? വീണ്ടും അതിൻ്റെ 11 മുതൽ താഴോട്ട് വരെ എല്ലാ വിശ്വാസികളെ പറ്റി പറഞ്ഞേക്കുകയാണ്. നിങ്ങൾ പിശാചിൻ്റെ തന്ത്രത്തോട് എതിർത്ത് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ആത്മാവിൻ്റെ സർവായുധ വർഗത്തെ പറ്റി പറഞ്ഞേക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയാം, സ്പിരിറ്റ് ഫിൽഡ് ബിലീവേഴ്സ് എങ്ങനെ ആയിരിക്കണം? സ്പിരിറ്റ് ഫിൽഡ് വൈഫ്, സ്പിരിറ്റ് ഫിൽഡ് ഹസ്ബൻഡ്, സ്പിരിറ്റ് ഫിൽഡ് ചിൽഡ്രൻ, സ്പിരിറ്റ് ഫിൽഡ് പേരൻസ്, സ്പിരിറ്റ് ഫിൽഡ് എംപ്ലോയർ, സ്പിരിറ്റ് ഫിൽഡ് എംപ്ലോയി ആൻഡ് സ്പിരിറ്റ് ഫിൽഡ് ബിലീവേഴ്സ്. ആത്മനിറവ്. നീയും ഒരു ഇങ്ങനെ അതിനെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ പറയാം. ദ ഫില്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ് പ്രൊഡ്യൂസസ് സിംഗിങ്, താങ്ക്സ് ഗിവിംഗ് ആൻഡ് സബ്മിഷൻ. അതാണ് എഫെസ്യ ലേഖനം 5ാം അധ്യായം 18 മുതൽ 21 വരെ. ദ സ്പിരിറ്റ് ഫിൽഡ് ക്രിസ്ത്യൻസ്, ദ സ്പിരിറ്റ് ഫിൽഡ് ബിലീവേഴ്സ് പ്രൊഡ്യൂസസ് സിംഗിങ്, താങ്ക്സ് ഗിവിംഗ് ആൻഡ് സബ്മിഷൻ. അത്രയും എനിക്ക് നിലവിൽ പറയാനായിട്ട് സാഹചര്യമുള്ളൂ. ഇനിയും ഒരു കാര്യം കൂടെ പറയാം. ഞാൻ മുമ്പേ പറഞ്ഞതാണ്, ആത്മനിറവിൻ്റെ പ്രത്യക്ഷമായ അടയാളം അല്ലെങ്കിൽ അന്യഭാഷാ ഭാഷണമാകണമെന്ന് നിർബന്ധമില്ല. അത് ഗ്യാരണ്ടി അല്ല കേട്ടോ. കാര്യം ഞാൻ ആരംഭത്തിൽ പറഞ്ഞായിരുന്നു, ആത്മനിറവിൻ്റെ സൈൻ എന്നുള്ളത് ഗിഫ്റ്റ് അല്ല, ഫ്രൂട്ടാണ്. ആത്മാവിൻ്റെ ഗിഫ്റ്റ് സ്പീക്കിംഗ് ഇൻ അതർ ടങ്സ്, അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിക്കുക, വ്യാഖ്യാനം വേണ്ട ഭാഷ പറയുക, പ്രവചിക്കുക, ഡിസേൺമെന്റ്, ഉപദേശിക്കുക, ഈ കൃപാവരങ്ങളൊന്നും ആത്മനിറവിൻ്റെ അടയാളമായിട്ട് തിരുവെടുത്ത് പറയുന്നില്ല. ആത്മനിറവുള്ളവർക്ക് കർത്താവ് അത് നൽകാം, പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ദ സൈൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ ഗിഫ്റ്റ്സ് ആർ നോട്ട് ദ സൈൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കാര്യം എന്താണെന്നറിയാമോ? ദൈവം നമുക്ക് നൽകുന്ന കൃപാവരങ്ങൾ തനിക്കിഷ്ടമുള്ളതുപോലെ നൽകുന്നെന്നാണ് വായിക്കുന്നത്, അല്ലേ? തനിക്കിഷ്ടം
ഇഷ്ടമുള്ളതുപോലെ നൽകുന്നു. താൻ അവയവങ്ങളെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഇഷ്ടമുള്ളിടത്ത് വെക്കുന്നു. എന്നാൽ ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൃപാവരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് ദൈവസന്നിധിയിൽ വാഞ്ചിക്കാം. പക്ഷെ ഇത് ആത്മനിറവിൻ്റെ അടയാളമല്ല. ആത്മനിറവിൻ്റെ അടയാളം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പോലെ വിശുദ്ധമായ ഒരു ജീവിതമാണ് ആത്മനിറവിൻ്റെ അടയാളം. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നാണെന്നറിയാമോ? ആത്മനിറവ് പ്രാപിക്കുന്നത് സാത്താന്യ രാജ്യത്തിന് ഹാനികരമായതിനാൽ വളരെ താഴ്ന്ന ചില അനുഭൂതികൾ തന്ന് ആത്മനിറവെന്ന് പറഞ്ഞ് പിശാച് നമ്മിൽ പലരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അല്ലവേ അല്ല. തിരുവെഴുത്ത് വെരി ക്ലിയർ ആണ്. ആത്മനിറവെന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. ഇത് കൽപ്പനയാണ്. ഓൺ ഗോയിങ് സിൻ ഇതിന് തടസ്സമാണ്. ഇതൊരു മൊമെന്ററി എക്സ്പീരിയൻസ് അല്ല. എല്ലാ ദിവസവും ആത്മാവിനാൽ നിറയപ്പെടേണ്ടതാണ്. ഇതിൻ്റെ അർത്ഥം നമ്മിലൂടെ കർത്താവിൻ്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എന്നേക്കും നിലനിൽക്കുന്നതല്ല. ഇത് കുറയാൻ സാധ്യതയുണ്ട്. വീണ്ടും കർത്താവിനോട് ചോദിക്കുക. അവൻ നമുക്ക് ആത്മാവിൻ്റെ ശക്തി എന്നേക്കുമായിട്ട് പകർന്നു നൽകും. ഈ ആത്മനിറവിന് വേണ്ടി നമുക്ക് വാഞ്ചിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അല്പമൊക്കെ കേട്ട് പരിചയത്തിൽ നിന്നൊക്കെ സംശയം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. റീഡ് ദ ബൈബിൾ. ഹോളി സ്പിരിറ്റ് ഈസ് ദ ഇന്റർപ്രറ്റർ, ഹോളി സ്പിരിറ്റ് ഈസ് ദ അപ്ലയർ. ദൈവവചനത്താൽ നിറഞ്ഞാൽ ആത്മാവിനാലും നിറയും. അങ്ങനെങ്കിൽ വചനത്താലും ആത്മാവിനാലും നിറഞ്ഞ് നമ്മുടെ ദൈവത്തെ, ത്രിയേക ദൈവത്തെ പ്രസാദിപ്പിച്ച് ആത്മാവിൻ്റെ ഫലങ്ങളിൽ വളർച്ചയുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് ആത്മാവിനാൽ നമ്മളെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവ തിരുനാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.